സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വിറ്റ്നസിൽ സാധാരണയായി നാം മിഷണറി എക്സ്പീരിയൻസ് ഉള്ള ദേവദാസന്മാരുടെ അനുഭവങ്ങളാണ് കേൾക്കുന്നത്. ഇന്നും നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു കർത്താവിൻ്റെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷനാണ്. വളരെ പ്രാർത്ഥനയോട് കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ഈ വീഡിയോ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ചുരുക്കവാചകങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുവാതെ കൊണ്ടും അവിടുന്ന് ഞങ്ങളെ ഒരുക്കിയ കടവയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രിയ രാജേഷ് ഭാഷക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം. ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. മുറ്റുമായി സമർപ്പിക്കുകയാണ്. അപ്പം പ്രാർത്ഥിച്ചാരംഭിക്കുന്ന സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേകം നിൻ്റെ കൃപയുണ്ടാകണം. അനുഗ്രഹിച്ചാട്ട് വൻകാര്യങ്ങളെ ചെയ്താട്ട് യേശു മുന്നിൽ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറകണമേ. അമേൻ, അമേൻ, അമേൻ. കർത്താവിൻ്റെ സ്തോത്രം. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നല്ല ഒരു മിഷണറി എക്സ്പീരിയൻസ് ഉള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജേഷ് TR മധ്യപ്രദേശിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ രാജേഷ് പാസ്റ്ററെ വിറ്റ്നസിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സന്തോഷമായിട്ടിരിക്കുന്ന പാസ്റ്ററെ. ശരി, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഡേറ്റ് ഒക്കെ നമ്മൾ ആദ്യം ഒന്ന് ആലോചിച്ചായിരുന്നു. എന്നാൽ പല അസൗകര്യങ്ങൾ കൊണ്ട് പിന്നെയും സമയം നീണ്ടുപോയി. പാസ്റ്റർ മധ്യപ്രദേശിലാണ് അല്ലേ? ഞാൻ മധ്യപ്രദേശിലാണ്. ഏത് ഭാഗമാണ് മധ്യപ്രദേശിന്റെ? ഞാൻ മധ്യപ്രദേശില് ഈ അശോക നഗർ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അതായത് ഗോളിയർ സൈഡ്, നോർത്ത് സൈഡ്. ശരി, നമുക്ക് അശോക് നഗർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് ജില്ലയാണോ? അതൊരു ജില്ലയാണ്. നമ്മൾ സാധാരണ മധ്യപ്രദേശത്ത് എന്ന് പറയുമ്പോൾ ഭോപ്പാൽ, ഇൻഡോർ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. ഈ ഭോപ്പാൽ, ഇൻഡോർ എന്നൊക്കെ പറയുന്നത് മധ്യപ്രദേശിന്റെ സിറ്റിയാണ്. അതെ, പ്രദേശിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഭോപ്പാൽ. ഇൻഡോറും വലിയ സിറ്റിയാണ്. നമ്മള് സിറ്റി അല്ല, ഒരു ഔട്ട് സൈഡാണ്, ഗ്രാമപ്രദേശമാണെന്ന് പറയാം. ഗ്രാമപ്രദേശമാണല്ലോ. എനിക്കൊന്ന് ഈ അടുത്ത സമയത്തായിട്ട് പാസ്റ്റർ കുറച്ചുകൂടെ ഗ്രാമത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ഒന്നുകൂടെ ഒരു റിമോട്ട് ആയിരിക്കുന്ന ഒരു ഗ്രാമമാണ്. കാരണം ഇവിടെ അങ്ങനെ കറണ്ട് ഇല്ല. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ പോയാലേ ഒരു കടയുള്ളൂ. നമുക്ക് എന്ത് സാധനം വാങ്ങണമെങ്കിൽ 15 കിലോമീറ്റർ ദൂരം പോകും. അതായത് 15 കിലോമീറ്റർ പോകണം. കടയെന്ന് പറയുമ്പോൾ പലചരക്ക് കടയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? അത് തന്നെ, ഒരു കടയും പലചരക്ക് കട, എല്ലാ സാധനവും. നമുക്ക് ഒരു ഉപ്പ് വാങ്ങണമെങ്കിലും 15 കിലോമീറ്റർ പോകും. അയ്യോ, ദൈവത്തിന്റെ സ്തോത്രം. അല്ല പാസ്റ്ററെ, നമ്മളിപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും എത്ര കടകൾ അല്ലേ? അത്ര വലിയൊരു സിറ്റിയല്ല. ജീവിതാനുഭവങ്ങളൊക്കെ കേൾക്കണം പാസ്റ്റർ. അപ്പം ബേസിക്കലി മധ്യപ്രദേശിൽ തന്നെ ആയിരുന്നോ ശുശ്രൂഷയുടെ ആരംഭകാലം മുതൽ? അതെ, ഞാൻ മധ്യപ്രദേശിൽ തന്നെയായിരുന്നു. ഞാൻ 20ാമത്തെ വയസ്സില് കർത്താവിന്റെ പേരുള്ള നോർത്ത് ഇന്ത്യയിൽ വന്നതാണ്. കുറെ വർഷങ്ങളായി. ഓഹോ, ദൈവത്തിന്റെ സ്തോത്രം. നാട്ടിലെവിടെയാ? നാട്ടില് ഞാൻ മുക്കൂട്ടുതറ. ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി മുക്കൂട്ടുതറയില്ലേ? പിന്നെ മുക്കൂട്ടുതറയൊക്കെ നമ്മുടെ സ്ഥലങ്ങളല്ലേ? അതെ അതെ. മുക്കൂട്ടുതറ ഷാരോൺ ചർച്ചിലൊക്കെ ഞാൻ എപ്പോഴും വരാറുണ്ടായിരുന്നു. ചാത്തന്തറ. അതെ അതെ, ചാത്തന്തറ ബന്ധുവീടുകളുണ്ട്. മുക്കൂട്ടുതറ ജംഗ്ഷനിൽ പരസ്യയോഗം നടത്തിയിട്ടുണ്ട്. അങ്ങനെ മുക്കൂട്ടുതറ നല്ല കനകപ്പലം, മുക്കൂട്ടുതറ ഇവിടെയൊക്കെ നമുക്ക് പരസ്യയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒത്തിരി നമുക്ക് ആത്മീക ബന്ധങ്ങളുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അതെ അതെ, ഞാൻ മുക്കൂട്ടുതറയെന്ന് ഒരു 4-5 കിലോമീറ്റർ അറിയാഞ്ഞിലും കൊണ്ടെന്ന് ഗ്രാമം. ശരി, പെരുന്തേനരുവിയൊക്കെ അതിന്റെ അടുത്തൂടാണല്ലോ ഒഴുകുന്നത്. നമ്മുടെ അടുത്ത സ്ഥലങ്ങളല്ലേ. ശരി, കുറെ ദേവദാസന്മാരെ അവിടെ അറിയാം. എന്തായാലും ഒത്തിരി സന്തോഷം. നമ്മുടെ ഒരു റാന്നിയുടെ പ്രാന്തപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ, തീർച്ചയായും. അതെ, അവിടെ നിന്നാണ് പാസ്റ്റർ എന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പം മുക്കൂട്ടുതറയിലുള്ള കുടുംബ പശ്ചാത്തലം, മാതാപിതാക്കൾ, ഇതൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ, കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി പറയുകയാണെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. പാസ്റ്ററുടെ കുടുംബത്തെക്കുറിച്ച് പറയാം. ഇതൊക്കെ ഒന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഫാദറുണ്ട്, മദറുണ്ട്, 2 സഹോദരങ്ങളുണ്ട്. എന്റെ സഹോദരങ്ങളെയൊക്കെ വിവാഹം കഴിഞ്ഞു. എന്റെ പപ്പയും മമ്മിയും ഇപ്പം വീട്ടിലുണ്ട്. അവരൊക്കെ പ്രായമായിരിക്കുന്നു.
പിന്നെ എന്റെ കുടുംബം ഇപ്പം ഞാൻ വിവാഹം കഴിഞ്ഞ് എനിക്ക് എന്റെ വൈഫിന്റെ പേര് സുമ എന്നാണ്. എന്റെ വൈഫിന്റെ വീട് ട്രിവാൻഡ്രത്താണ്, നെയ്യാറ്റിൻകരയിൽ. രണ്ട് ആൺകുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. മോനിപ്പം കുറച്ച് കഴിഞ്ഞു ഇങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു, എന്റെ എക്സാം എഴുതി കിട്ടി. ഇളയ മോനിപ്പം 10th പാസ്സായിട്ട് അവന് നാട്ടിൽ പഠിക്കാനായിട്ട് ഒരു ആഗ്രഹത്തോടെ പോയിരിക്കാനാണ് ഇഷ്ടകാര്യം. വിശ്വാസത്തിലാണ് അവിടെ ആരാധിക്കുന്നത്. വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ അവിടെ കുറവായിരിക്കും അല്ലയോ? ഇവിടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് മോന് ഇവിടെ പഠിക്കാനുള്ളതായ ബുദ്ധിമുട്ടുകളുണ്ടായി. അതുകൊണ്ട് 11th 12th അല്ലേ, അപ്പം കോച്ചിങ് ഇല്ല, സ്കൂളൊക്കെ അത്ര നല്ലതായിരുന്നു. പറഞ്ഞവരും നാട്ടിൽ പോയി പഠിക്കണം, ഇവിടുത്തെ ഈ ഗ്രാമത്തിൽ പോക്ക് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമല്ല ഇവിടെ ഈ കടുവയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്, കടുവ, പുലി, അതെല്ലാം ഉണ്ട്. അത് വളരെ വ്യത്യസ്തമാണല്ലോ. സാക്ഷ്യാനുഭവങ്ങളെല്ലാം കേൾക്കണം പാസ്റ്റർ. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ കേൾക്കണം, പ്രത്യേകിച്ച് മിഷൻ അനുഭവങ്ങൾ കേൾക്കണം. കടുവായും പുലിയും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് കർത്താവിന് വേണ്ടി പോയി നിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലത്ത് വളരെ പ്രതികൂലങ്ങളുള്ളൊരു കാലമാണല്ലോ. അതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാ അനുഭവങ്ങളും പറയാം കേട്ടോ. ഞാനിനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സാധിക്കും ജീവിയിലെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. എസ്പെഷ്യലി മാന്യ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിറ്റിയോ ഞാൻ അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. എന്നെ ഈ ടിവിയിലേക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവിന്റെ ദാസൻ നന്ദി പറയുകയാണ്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് രാജേഷ് TR എന്നാണ്. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കേരളത്തിൽ, പഠിച്ചതെല്ലാം അവിടെ തന്നെയാണ്. എൻ്റെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ആക്ച്വലി ആരംഭ കാലഘട്ടത്തിൽ എനിക്കൊരു പാസ്റ്റർ ആകണമെന്നോ ഒന്നും ഒരു ആഗ്രഹമില്ലായിരുന്നു. ഞാൻ സുവിശേഷം പറയാതെ നല്ല വിശ്വാസിയായിട്ടിരിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പെന്തക്കോസ്തിന്റെ അനുഭവം വീട്ടിലെല്ലാവർക്കും ഉണ്ടെങ്കിൽ എനിക്ക് ആ പെന്തക്കോസ്തിന്റെ എക്സ്പീരിയൻസും അനുഭവത്തിലും ഞാനല്ലായിരുന്നു. അപ്പൊ ഞാൻ ഈ അന്യഭാഷ പറയുന്നതിനോടൊക്കെ വളരെ എതിരായിരുന്നു. പറഞ്ഞ് എന്തിനാ ഇത്ര അന്യഭാഷയൊക്കെ പറഞ്ഞ് ഈ കൈയൊക്കെ ഒച്ചത്തിൽ അടിച്ച് വെറുതെ അവിടെ പോയി ചുമ്മാ ഇരുന്നാൽ പോലെ. ഞാൻ ഈ അഭിഷേകവും അന്യഭാഷയൊന്നും പ്രാപിച്ചു. കുടുംബമൊക്കെ അപ്പം നേരത്തെ ഒരു പെന്തക്കോസ്ത് പശ്ചാത്തലം തന്നെയായിരുന്നു അല്ലേ? അതെ. അങ്ങനെ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അതെ. മമ്മിയും പപ്പയൊക്കെ അവരെല്ലാം പെന്തക്കോസ്ത് അനുഭവത്തിലായിരുന്നു. നല്ല ഇടകാലം കൊണ്ട് പിന്നെ പെന്തക്കോസ്ത് മാറിയിട്ട് വേറൊരു കൂട്ടായ്മയിലോട്ട് പോയി. മുക്കുട്ടുതറ ഏത് ചർച്ചായിരുന്നു? ഞങ്ങൾ IPC ആണ്. മുക്കുട്ടുതറ IPC ആയിരുന്നു. ശരി. മുക്കുട്ടുതറ IPC അല്ല, നമുക്ക് ഇപ്പൊ ഞങ്ങള് തുലാപ്പള്ളി IPC ഉണ്ട്. തുലാപ്പള്ളി. തുലാപ്പള്ളി കുറെ അങ്ങ് പിന്നെ പോകണമല്ലോ. അതെ. ഓ ശരി. അവിടാണ് ഞാൻ മുക്കൂട്ടുതറ IPCയിലാണ് എൻ്റെ ആത്മീയ ജീവിതം ആരംഭിച്ചത്. മുക്കൂട്ടുതറ IPCയിലൊക്കെയാണ്. അവിടെ ഒരു 21 days പാസ്റ്ററിംഗ് പ്രയറിലൊക്കെ പാസ്റ്റർ MC ചെറിയാൻ ഞങ്ങളുടെ സഭയിലെ മാതൃസഭയിലെ പാസ്സായിട്ട് നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ ആയിരുന്നു നമ്മുടെ ആരംഭകാലം. പിന്നെ നമ്മുടെ TC ഷോപ്പച്ചൻ ദേവദാസ് അവരുടെയൊക്കെ പരസ്യത്തിൽ പങ്കെടുക്കുകയും അവരുടെയൊക്കെ മെസ്സേജ് ഏറ്റുപറയാനൊക്കെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ശരി, കണ്ടിന്യൂ ചെയ്യാം പാസ്റ്ററെ കേട്ടോ. അന്യഭാഷയൊക്കെ എതിരായിരുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഏത് നേരത്തെ തന്നെ ചോദിച്ചത്. അവരൊക്കെ അഭിഷേകം പ്രാപിച്ചിട്ട് ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പെന്തക്കോസ്തിൽ പോയി ചുമ്മാ കൈവടിച്ച്. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ മറ്റ് സമുദായത്തിലുള്ളവരൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു കൂട്ടുകെട്ടായിരുന്നു. യഥാർത്ഥ ഒരു പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസ് അനുഭവത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. നമുക്ക് എന്റെ ആഗ്രഹം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം. ആ കാലഘട്ടത്തിൽ എങ്ങനെ ഒരു ജോലി മേടിക്കണം, എനിക്ക് പട്ടാളത്തിൽ പോകണമെന്നും പോലീസിൽ പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ അതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു. പോലീസിൽ പോകാനും പട്ടാളത്തിൽ പോകാനും. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലൊക്കെ പോയി ഓടി എന്റെ കാലൊക്കെ കുട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ ദേവദാസൻ എന്നെ വന്ന് എപ്പോഴും മീറ്റിങ്ങിന് വിളിക്കും. അദ്ദേഹം വീട്ടിൽ വരുമ്പം ഞാൻ അടുക്കള വശത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കാരണം അദ്ദേഹം വന്നപ്പോഴും ഈ വചനം പറയുകയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ളതാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു ഇറിറ്റേറ്റ് ആയിട്ട്. അങ്ങനെ ഞാൻ അഭിഷേകം ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്തിനായി ഒച്ചയ്ക്ക് ആരാധിക്കും, എന്തിനായി കൈയടിക്കും, നിങ്ങൾ പറയുന്ന ഈ ഭാഷ ആർക്കെങ്കിലും മനസ്സിലാകുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചു. എന്നാൽ
പരിശുദ്ധാത്മാവ് എന്നെ തൊട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറുതെ പറയുന്നതല്ല. ആ ശക്തി എന്റെ മേൽ അനുഭവിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ ഇടയായി തീർന്നത്. പിന്നെ ഞാൻ എല്ലാ മീറ്റിങ്ങിനും പോവായിരുന്നു, എല്ലാ പ്രാർത്ഥനകൾക്കും പോകും. പാസ്റ്റർ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ദൈവദാസന്മാരും എന്റെ അടുത്ത് വരുന്നവരെല്ലാം എന്നോട് പ്രവചനം പറയുന്ന കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ്. അന്യദേശത്ത് ഹിന്ദി ഭാഷ സംസാരിക്കുന്നവരുടെയിൽ കർത്താവിന്റെ വേല ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാനൊരു നല്ല വിശ്വാസിയായിട്ടിരുന്നോളാം. എല്ലാവരും പാസ്റ്റർമാരായാൽ വിശ്വാസികൾ വേണ്ടേ? അതുകൊണ്ട് ഞാനൊരു പാസ്റ്റർ ആകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു നല്ല വിശ്വാസിയായിട്ടിരുന്നോളാം. പിന്നെ ഒരു ജോലിയൊക്കെ കിട്ടി റിട്ടയർമെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് വേണമെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യാം എന്ന് ഞാൻ പാസ്റ്ററോട് പറയാനിടയായിച്ചു. അത് കഴിഞ്ഞ് വരുന്ന പ്രവാചകന്മാരെല്ലാം എന്നോട് പറയുന്നത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാ. അപ്പൊ എനിക്കിത് കേട്ട് അങ്ങ് ഇറിറ്റേറ്റ് ആയി. അപ്പൊ ഞാൻ പിന്നെ ഈ മീറ്റിങ്ങിനൊക്കെ പോയാൽ ഏറ്റവും മുന്നേ പോയിരിക്കത്തില്ല, ഏറ്റവും ബാക്കിലോ പോയിരിക്കുന്നു. ഒരു ദിവസം ഞാനൊരു മീറ്റിങ്ങിന്, ഒരു ഉപവാസ പ്രാർത്ഥന, ഒരു ഭവനത്തില് ഒരു 3 ദിവസത്തെ 3 days ഫാസ്റ്റിംഗ് പീരീഡ് നടന്നപ്പോ ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നു. കാരണം ഇനി വരുന്നവർ എന്റെ തലയെ കൈ വെച്ച് ദൂത് പറയണ്ട. അതുകൊണ്ട് ഞാൻ ഏറ്റവും പുറകിൽ പോയി ഒഴിഞ്ഞ് മാറിയിരിക്കുക. പക്ഷെ ആ ദൈവദാസനെ എനിക്കും അറിയത്തില്ല, അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ല. അദ്ദേഹം ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ എഴുന്നേറ്റ് ഒരു വചനം വായിച്ചു. എന്നിട്ട് നേരെ അദ്ദേഹം ഞാൻ ബാക്കിലിരുന്ന് എന്റെ അടുത്തേക്കാണ് വന്നു. അപ്പൊ ഞാൻ CRPFന്റെ ഇത് ഫിസിക്കൽ എല്ലാം പാസ്സായി. കേവലം എനിക്ക് മെഡിക്കൽ മാത്രമേ ഉള്ളൂ പാസ്സാകാനായിട്ട്. മെഡിക്കൽ ഫിറ്റ്നസിന്റെ ഇതിനു വേണ്ടിയെല്ലാം അതെല്ലാം നടക്കാനുണ്ട്. ബാക്കിയെല്ലാം റണ്ണിങ്ങും ബാക്കിയെല്ലാം ഞാൻ പാസ്സായി, റിട്ടേൺ എല്ലാം വിജയിച്ച് മെഡിക്കലിന് വേണ്ടി ഇങ്ങനെ തയ്യാറായിരിക്കും. ഇപ്പൊ എനിക്ക് പോകാം എന്നുള്ളതായിരിക്കുന്ന ഇതിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം വചനം വായിച്ചിട്ട് ഓടി എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞ്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ കണ്ടതാണ്. നീ കാശ്മീരിന്റെ താഴ്വരെ പോയാലും നിന്റെ കൈയും കാലും ഒഴിച്ച് കർത്താവ് കൊണ്ടുവന്ന് കർത്താവിനെ പ്രസംഗിപ്പിക്കും. അതുകൊണ്ട് കൈയും കാലും ഇല്ലാതെ കർത്താവിനെ പ്രസംഗിക്കണോ, കൈയോടുകൂടെ കാലോടുകൂടെ നടന്ന് കർത്താവിനെ ശുശ്രൂഷിക്കണോന്ന് ചോദിച്ചു. ആ പ്രവചന ശബ്ദം എന്റെ ചങ്കത്ത് കൊള്ളുന്ന പോലായി. കാരണം ഞാൻ ഈ കാശ്മീരിൽ പോകുന്നോ, ഞാൻ മിലിറ്ററി പോകുന്നോ ഒന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, നീ കാശ്മീരിന്റെ വാലിയിൽ പോയാലും താഴ്വരെ പോയാലും ഞാൻ നിന്നെ അവിടെ നിന്ന് പൊക്കൂന്ന് പറഞ്ഞു. കൈയില്ലാതെ കാലില്ലാതെ നിനക്ക് വന്ന് കർത്താവിനെ പ്രസംഗിക്കും, അതോ കൈയോടുകൂടെ കാലോടുകൂടെ? അത് കേട്ടപ്പോ എനിക്ക് തോന്നിയടാ, ഈ കർത്താവിന് അവിടെ ഞാൻ സറണ്ടറായി. ഞാൻ അവിടെ മടക്കാൻ ഇടയായി തീർന്നു. ഞാൻ അപ്പൊ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഇനി ബൈബിൾ കോളേജിൽ പോകാൻ തീരുമാനിച്ചു. കർത്താവിനോട് സംസാരിച്ചു. ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ പ്രവചന ശബ്ദമാണ് എന്നെ സുവിശേഷ വേലയിലേക്ക് നയിച്ചത്. പിന്നെ ഞാൻ എപ്പോഴും പറയും, എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കട്ടെ. പലരും പറയുന്നത് അതല്ല, എനിക്ക് എന്നോട് സംസാരിക്കണം എന്നുള്ളൊരു പിടിവാശി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ദൈവശബ്ദം എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അന്ന് ഞാൻ സറണ്ടറായി. ഞാൻ പിന്നെ പാസ്റ്ററോട് പറഞ്ഞു, ഓക്കെ നമുക്ക് എന്നാ കുമ്പനാട് ഹെബ്രോണിൽ പഠിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു. ആ സമയത്ത് എന്റെ ഉള്ളില്, എന്റെ അകത്ത്, നമുക്കറിയാം നമ്മുടെ അകത്ത് ഈ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. എന്നോട് പറഞ്ഞു, നീ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഉള്ളതും വേണ്ട, നീ കേരളത്തിൽ പഠിക്കേണ്ട, നീ നോർത്ത് ഇന്ത്യയിൽ ഏതൊരു ബൈബിൾ കോളേജിൽ പഠിക്കും. അപ്പൊ എനിക്ക് നോർത്ത് ഇന്ത്യയെ കുറിച്ച്, ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോയിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ട് കോട്ടയം വരെ പോയിട്ടുള്ള ആ സമയത്ത്. അത് പുറത്തോട്ട് പോയിട്ടില്ല, ട്രെയിനിൽ നമ്മൾ കയറിയിട്ടില്ല. അപ്പം എനിക്ക് നോർത്ത് ഇന്ത്യക്ക് പോകണമെന്ന് എന്റെ അകത്ത് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുക. എല്ലാ ദൈവദാസന്മാരും കേട്ട ദൂത് അങ്ങനാണ്. അപ്പം ഞാന് ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്റർ എന്റെ മനസ്സിൽ, എന്റെ അകത്ത് എനിക്കറിയില്ല ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഈ നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം, കാരണം ഹിന്ദിയൊക്കെ ഇപ്പൊ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇനി ഇവിടുന്ന് ഇപ്പം ഹിന്ദിയൊക്കെ നമ്മൾ പഠിച്ചിട്ട് അവിടെ ചെന്ന് നമ്മൾ ഹിന്ദി പിന്നെ ഭാഷ ബുദ്ധിമുട്ടാകും. പാസ്റ്റർ പറഞ്ഞു, സാരമില്ല, ഇവിടുന്ന് പഠിച്ചിട്ടൊക്കെ ഒത്തിരി പേര് പോകുന്നുണ്ട്, അങ്ങനെ പോകാന്ന് പറഞ്ഞു. പക്ഷെ പാസ്റ്റർ അതൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിൽ ഭയങ്കര ഒരു ഭാരമുണ്ട്, എനിക്ക് നോർത്ത് ഇന്ത്യക്ക് പോകണം. പിന്നെ പാസ്റ്ററിനോട് പറഞ്ഞ, നോർത്ത് ഇന്ത്യ ഭയങ്കര കഷ്ടപ്പാടാണ്, അവിടെ പട്ടിണി കിടക്കണം, അവിടെ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുണ്ടാകും, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ പാസ്റ്റർ പറഞ്ഞു. അന്നൊന്നും വലിയ പ്രതികൂലങ്ങളില്ലായിരുന്നു, ഇതുപോലുള്ള പ്രോസിക്യൂഷൻസ് ഇല്ലായിരുന്നു. പാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയുള്ള കഷ്ടതകൾ ഉണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ആ കഷ്ടം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പാസ്റ്റർ ചിരിച്ചു. പറയാം, പക്ഷെ പ്രതികൂലങ്ങൾ വരുമ്പം അത് സഹിക്കാൻ പറ്റത്തില്ലാത്ത പോലുള്ളതായിരിക്കുന്ന തീക്ഷ്ണത പ്രശ്നങ്ങൾ ഉണ്ടാകും.
എന്നൊക്കെ ദൈവാസനോട് പറഞ്ഞു. എങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞു, സാരമില്ല, പ്രാർത്ഥിക്കാം. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു 2000-ലാണ് കൂട്ടുതറ IPC ചർച്ചില് പുളിക്കാച്ചിറയിലെ ആ കർത്താവിന്റെ ദാസൻ എബ്രഹാം പാസ്റ്റർ അവിടെ ഇരിക്കുക. ആ സമയത്ത് അവിടെ 21 days ഫാസ്റ്റിംഗ് പ്രയർ നടക്കും. ഞാനും പാസ്റ്ററുടെ കൂടെ പാസ്റ്റർ ഞാനും വരും കൂട്ടുതറയിലെ IPC ഉപവസിക്കാനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ വന്ന് 21 days ഫാസ്റ്റിംഗ് ഇരിക്കാനൊന്നും പോയതല്ല. ഞാൻ ഒറ്റ വിഷയം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് എനിക്ക് നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയാണ് കർത്താവ് എന്നെ അയക്കുന്നതെങ്കിൽ എനിക്ക് നോർത്ത് ഇന്ത്യയിലെ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു അവസരം ലഭിക്കും. അങ്ങനെ ഞാന് അവിടെ പോയി പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. അന്ന് അവിടെ എല്ലാവരും എഴുന്നേറ്റ് സമർപ്പിച്ച് അവരുടെ ഉപവാസത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാനും എഴുന്നേറ്റ് പറഞ്ഞു, ഞാനും 21 days ഇരിക്കാൻ പോവാന്ന്. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ 20 ദിവസം ഇരിക്കുകയാണെന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പാസ്റ്റർ എന്നോട് പറഞ്ഞ്, ഈ 20 ദിവസം ഇരിക്കും എന്നൊക്കെ പറഞ്ഞത് വെറുതെ പറയരുത്, ഇടയ്ക്ക് കുഴയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്തോ എന്റെ അകത്തുനിന്ന് ഒരു പ്രേരണ വന്നു, ഞാൻ ഒറ്റൊരു വിഷയത്തിന് വേണ്ടിയാണ് ഇരിക്കുന്നു പറഞ്ഞു. അത് ഇന്ന വിഷയമാണ്, പാസ്റ്ററോട് മാത്രമേ ഞാൻ പറഞ്ഞത്. ഞാൻ ആ 20 ദിവസം വാസപ്രാർത്ഥന വീട്ടിൽ പോലും പോകാതെ, അന്ന് വീട്ടിൽ നിന്ന് കുറെ തുണികളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കവറിന്റെ അകത്ത് പ്ലാസ്റ്റിക് കവറിന്റെ അകത്ത് ഞാൻ എടുത്തോണ്ട് എന്റെ കുറെ തുണികളെല്ലാം എടുത്ത് ഞാൻ ആ ചർച്ചിൽ തന്നെയായിരുന്നു താമസം. അങ്ങനെ 21 ദിവസം ഞാൻ ആ സഭയിലിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉപവാസം ഇരുന്നതിന്റെ 10ാമത്തെ ദിവസം സെൻട്രൽ ഇന്ത്യ തിയോളജിക്കൽ സെമിനാരി ടാർസിയിലെ കുര്യൻ തോമസ് അപ്പച്ചന്റെ ആ കോളേജിൽ നിന്ന് എനിക്ക് അവിടെ പഠിക്കാനുള്ള ഒരു ചാൻസ്, അങ്ങനെ ഒരു ലെറ്റർ നമ്മുടെ അടുത്ത ഒരു അയൽവാസി അവിടെ ഉണ്ട്, അദ്ദേഹം ആ സാർ മുഖാന്തരം എനിക്ക് അവിടെ പഠിക്കാനുള്ള ഒരു ലെറ്റർ ലഭിക്കാൻ ഇടയായത്. അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി തന്നെയാണ് അയക്കുന്നത്. കാരണം ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവ് എന്നെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയാണ് കർത്താവ് അയക്കുന്നെങ്കിൽ എനിക്ക് അവിടെ പോയി ആ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ പഠിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 10ാമത്തെ ദിവസം, വാസപ്രാർത്ഥനയുടെ 10ാമത്തെ ദിവസം എനിക്ക് ഇറ്റാർസിയിലെ ബൈബിൾ കോളേജിൽ നിന്ന് പോകാനുള്ളതായിരിക്കുന്ന ഒരു ലെറ്റർ വരികയും അതിന്റെ പ്രകാരം ഞാൻ അവിടെ പോയി ഇറ്റാർസി പോയി പഠിക്കാനൊക്കെ ഇടയായിട്ട്, അങ്ങനെ ആ 20 ദിവസത്തെ എന്റെ 21 days ഫാസ്റ്റിംഗ് പ്രയർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കർത്താവിന്റെ ആ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ ഭയങ്കര അനുഭവം, എന്നെ ടോട്ടലി ആ ഉപവാസ പ്രാർത്ഥന ചേഞ്ച് ആക്കി. ഞാൻ അന്ന് മീശയൊക്കെ വെക്കുമായിരുന്നു, താടി മാത്രമല്ല. ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ഷേവ് ആയി. പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ എന്നോട്, നീ ഉപദേശിയായോ എന്നൊക്കെ ചോദിച്ചു നമ്മളിങ്ങനെ കളിയാക്കാനൊക്കെ തുടങ്ങി. എനിവേ അതെന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയി ദൈവവചനം പഠിക്കുകയും അത് കഴിഞ്ഞ് അവിടുത്തെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ ഭോപ്പാലില് അന്ന് IPCയുടെ മധ്യപ്രദേശിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന പാസ്റ്റർ EM സക്കരിയ അപ്പച്ചൻ, അദ്ദേഹത്തോടു കൂടെ പ്രവർത്തനം ആരംഭിച്ച് അപ്പച്ചന്റെ വീട്ടിൽ ഞങ്ങൾ പാർക്കാനൊക്കെ ഉള്ള ഭാഗ്യം ലഭിച്ചു. ചില മാസങ്ങൾ അപ്പച്ചനോട് കൂടെ ശുശ്രൂഷ ആരംഭിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം തന്നു. വിവാഹം കഴിഞ്ഞ് 2005 വിവാഹം കഴിഞ്ഞുകൊണ്ട് സഭാ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ മധ്യപ്രദേശിലേക്ക് വരികയായിരുന്നു. അങ്ങനെ വന്ന് ഒരു 5 വർഷം ഞാൻ മധ്യപ്രദേശിലെ സീഹോർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്തു. അവിടെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ വെച്ച് ഒരു മൂത്ത മോനെ തന്നു. മോന്റെ പേര് ഷാരോൺ എന്നാണ്. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാണ് ഞാൻ അശോക് നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, കർത്താവ് എനിക്ക് വ്യക്തമായ ഒരു ദർശനം തന്നാണ് ഞാൻ അശോക് നഗറിലേക്ക് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ ദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാസ്റ്റേഴ്സ് പോലും ഇല്ലാത്തൊരു സ്ഥലം. നമ്മുടെ കോട്ടയം ജില്ല പോലെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് പോലെയുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് ഈ അശോക് നഗർ എന്ന് പറയുന്നത്. പക്ഷെ ആ ഡിസ്ട്രിക്റ്റിൽ ഒറ്റ പാസ്റ്റേഴ്സ് ഇല്ല, അവിടെ ഒരു സുവിശേഷ വേലയില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവിടെ ഒരു കൂടിവരവ് ആരംഭിച്ചു. അനേക പ്രതികൂലങ്ങൾ, ഏറ്റവും കൂടുതൽ എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടായ ഒരു സ്ഥലമാണ് ഈ അശോക് നഗർ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്തിന്റെ പേര് പലരോട് പറഞ്ഞു ഇപ്പൊ പറയരുത്, കാരണം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ആ ദേശത്താണ് എനിക്ക് ഉണ്ടായത്. എനിവേ എനിക്കറിയാം, എന്റെ ദൈവം അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. പല ദൈവിക ഇടപെടലുകൾ, പല ദൈവിക വെളിപ്പാട് ദർശനങ്ങൾ ഒക്കെ എനിക്ക് നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ചില എൻകൗണ്ടർ സാമിനെ കർത്താവിന്റെ ആ ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടൊരു സ്ഥലം. ഞാൻ 15 വർഷം അവിടെ ആയിരുന്നു. ഈ പ്രശ്നം ഇപ്പോൾ ഒരു 2026 ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. അതുവരെ 15 വർഷം 2010 മുതൽ ഈ 2026 ജനുവരി മാസം വരെ അവിടെ ആയിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. അവിടെ വെച്ചാണ് എനിക്ക് ഇളയ മോനെ കർത്താവ് തരുന്നത്.
അവന്റെ പേര് ഷാലോം എന്നാണ്. അവനാണ് ഇപ്പൊ 10th പാസ്സായിട്ട് നാട്ടിലേക്ക് പഠിക്കാൻ പോയിരിക്കുന്നത്. അപ്പം ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പം 1 മണിക്കൂർ കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അവന് എന്തോ പ്രശ്നമുണ്ട്, അവന്റെ ലങ്സ് വികസിക്കുന്നില്ല, അവന് അവന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ വളരെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് ഈ കുഞ്ഞ് കടന്നുപോയി. ഡോക്ടർമാർ പറഞ്ഞപ്പോ അവിടെ അതിനുള്ളതായിരിക്കുന്ന നല്ല നല്ല ഹോസ്പിറ്റലോ ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഇല്ല. ആ സമയത്ത് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ഈ കുഞ്ഞിനെ ഇവിടുന്ന് ഗുണ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അവിടെ നിന്ന് ഒരു 45 കിലോമീറ്റർ ദൂരമുള്ളതായിരിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. ഇവിടത്തെക്കാളും നല്ല ഡെവലപ്പ് ഉണ്ട്, അവിടെ നല്ല ഹോസ്പിറ്റലുണ്ട്. അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോകും. അവനെ അവിടെ കൊണ്ടുപോയി ഈ വെന്റിലേറ്ററിലേക്ക് വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞുമായിട്ട് അവിടെ ചെന്നു. അവിടെ അവനെ ഈ ന്യൂ ബോൺ ബേബി കെയർ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്, കുഞ്ഞു പിള്ളേരെ വെക്കുന്നത്. അവിടെ വെച്ചു. 2 ദിവസമായിട്ടും അവൻ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവന്റെ ശരീരമെല്ലാം ഇങ്ങനെ ബ്ലൂ കളർ ആകാൻ തുടങ്ങി. 2ാമത്തെ ദിവസം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോകും, ഇവരൊരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടത്തില്ല, അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം, ഇനി ഭോപ്പാലിലോ ഇൻഡോറിലോ ഗോളിയറിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, പക്ഷെ ഈ കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഭാരമുണ്ടായി. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. ഇനി എന്ത് വന്നാലും ആമേൻ ഇവിടുന്ന് തിരികെ പോകുന്നില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു തീരുമാനം എന്റെ മനസ്സിലെടുത്തു. അതിനു മുമ്പ് അനേക പ്രയാസങ്ങൾ അവിടെ ഉണ്ടായി, പക്ഷെ അവിടെ എല്ലാം ദൈവം ഉറപ്പിച്ചു. ദൈവത്തിന്റെ വലിയ കരം കാണാൻ ഇടയായി തീർന്നു. ഡോക്ടർ പറഞ്ഞ് ഇവനെ വേണമെങ്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് ഭോപ്പാലിന്റെ ഞങ്ങളുടെ ഒരു പാസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അവനെ ഭോപ്പാൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഭോപ്പാൽ മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിനെ റെഫർ ചെയ്യാൻ പറഞ്ഞു. റെഫർ ചെയ്യാൻ പറഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങനെ നോക്കി എന്ന് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഓക്കെ റെഫർ ചെയ്യാം. അദ്ദേഹം എന്നിട്ട് എല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ട് വേറെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. അത് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ല, ഓൺ ദ വേ യുവർ ചൈൽഡ് വിൽ ഡൈ, യു ഡോണ്ട് ഹാവ് എനി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് എന്ന് പറഞ്ഞ് ഇവിടെ സൈൻ ഇടാൻ പറഞ്ഞു. യു ഹാവ് ടു പുട്ട് സൈൻ ഹിയർ എന്ന് പറഞ്ഞു. ഞാനതിങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം അതിങ്ങനെ അണ്ടർലൈൻ ചെയ്തേക്കുക. എനിക്ക് ഭയങ്കര ഭാരമുണ്ടായി. എന്റെ ഇനി ഇവനെ വഴിയിൽ വെച്ച് അവൻ മരിച്ചു പോയേക്കാം, ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ കൈയൊഴി എന്നിട്ട് എന്നെ കൊണ്ട് അവിടെ സൈൻ ഇടിയില്ല. ഞാൻ വളരെ കണ്ണീരോടെ അവിടെ സൈൻ ഇട്ടു. അവിടെ നിന്ന് 5 മണിക്കൂർ എടുക്കും ഭോപ്പാലി വരാൻ. എന്നോട് ചോദിച്ചു ഈ കുഞ്ഞിനെ എങ്ങനെയാ കൊണ്ടുപോകുന്നു? ഞാൻ പറഞ്ഞു ഈ കുഞ്ഞിനെ ബസ്സിൽ കൊണ്ടുപോകും. അപ്പൊ അവൻ ജനിച്ചിട്ട് 3-4 ദിവസമായതുള്ളൂ എന്ന് പറഞ്ഞു. ഇവനെ ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഓക്സിജൻ കൊടുത്ത് ആംബുലൻസ് വേണം കൊണ്ടുപോകാൻ. ഓക്സിജൻ എടുത്താൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോകും എന്ന് എന്നോട് പറയാനിടയായി. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു ആംബുലൻസ് ഹോസ്പിറ്റലുകാരുടെ കയ്യിലില്ല, ഫ്രീ ആംബുലൻസ് ഇല്ല. അവർ പറഞ്ഞ് 2000 രൂപ കൊടുത്തെങ്കിലേ ആംബുലൻസ് കിട്ടത്തുള്ളൂ. ആ പണം എനിക്ക് കൊടുക്കാനില്ലായിരുന്നു ആ സമയത്ത്. ഞാൻ ഇങ്ങനെ വളരെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പം അവിടെയുള്ള ഒരു സ്കൂളുകാരൻ, ഒരു സ്കൂൾ നടത്തുന്ന ഒരു ജോയിച്ചാൻ എന്ന് പറഞ്ഞ ഒരു സാറ് അവിടെ കടന്നു വരികയും ആ അച്ഛൻ എന്റെ അവസ്ഥ കണ്ടിട്ട് എന്നോട് പറഞ്ഞു എന്താ വാസ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പൊ ഞാൻ ഇന്നപോലെ അവസ്ഥ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആംബുലൻസുകാരൻ 2000 രൂപ എടുത്തു കൊടുത്തു. അങ്ങനെ അദ്ദേഹം കൊടുത്ത പൈസയുമായിട്ട് ആംബുലൻസ് ഭോപ്പാൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് മെഡിക്കൽ കോളേജ് OPD മൊത്തം അടഞ്ഞു കിടക്കുക. അവിടെ ഡോക്ടേഴ്സ് ഇല്ല, ആരുമില്ല. അവിടെ ഭയങ്കര സ്ട്രൈക്ക് നടക്കുക, സമരമാണ്. പിന്നെ കുഞ്ഞിനെ എങ്ങോട്ട് കൊണ്ടു? അവിടെ പീപ്പിൾസ് പറഞ്ഞ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ കാണിച്ചപ്പോൾ അവിടെ അവർ കുഞ്ഞിനെ എടുക്കത്തില്ല. അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല, സീരിയസ് ആണ്. ആ കുഞ്ഞിനെ അവിടെ എടുത്തില്ല. അത് കഴിഞ്ഞ് GT നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് റെയിൻബോ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. അവിടെ അഡ്മിറ്റ് ചെയ്ത് അവർ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ വെന്റിലേറ്ററിൽ വെച്ചു. അതാണ് ഈ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു ആ ഹോസ്പിറ്റൽ. അവർ വെച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പൈസ ചോദിക്കാൻ തുടങ്ങി. ആ സമയത്ത് എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ കാലിയായിട്ട് ഇങ്ങനെ നിൽക്കുക, വളരെ ഭാരപ്പെട്ടു. അവിടെയൊക്കെ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുന്നത് കാണാൻ ഇടയായി. ഒരു ദിവസമായി കുഞ്ഞിന് രക്ഷയില്ല. ഡോക്ടറോട് എന്ന് ചെന്ന് ചോദിക്കും. ഡോക്ടർ പറയും നിങ്ങളുടെ കുഞ്ഞ് ഇതുവരെയും അപകടനില തരണം ചെയ്തിട്ടില്ല, അവൻ രക്ഷപ്പെടുമോ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ വരാതെ ഇങ്ങനെ ഇരിക്കുക. ഞാനൊരു 3-4 ദിവസമായിട്ട് ഒരു ഡ്രസ്സ് മാത്രം ഇട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവിടെ വരാതിൽ ഇങ്ങനെ ഇരിക്കുക, കരഞ്ഞും പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പല മക്കളും ദേവദാസന്മാരൊക്കെ കാണാൻ വരും, അവർ പ്രാർത്ഥിച്ചിട്ട് പോകും, അങ്ങനെ ഇരിക്കുക. അപ്പം അങ്ങനെ ഇരുന്നപ്പം 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസമായപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു 4 മണി സമയമായപ്പോൾ ഒരു അങ്കിള്, അവിടെയുള്ള ഭോപ്പാലിൽ ഒരു അങ്കിൾ എന്നെ കാണാൻ, പാസ്റ്റർ ഇവിടെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ, എന്റെ വീട്ടിൽ വാ, എന്റെ വീട് ഇവിടെ അടുത്താണ്, കുളിച്ച് വേറെ ഡ്രസ്സൊക്കെ മാറി വരാം, പാസ്റ്റർ ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ എന്നും കാണുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട, വാ ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിക്കാം.
എനിക്ക് ഫുഡ് കഴിക്കാനോ കുളിക്കാനോ വസ്ത്രം മാറാനോ ഒന്നും ഒരു മനസ്സില്ല, തോന്നുന്നില്ല. കാരണം കുഞ്ഞിങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ്. ഞാൻ വളരെ ഭാരപ്പെട്ടു. ഇദ്ദേഹം എന്നെ നിർബന്ധിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എന്റെ കൈക്ക് പിടിച്ച് ഇങ്ങനെ എന്നെ കൊണ്ടുപോവുക. ഞങ്ങളിങ്ങനെ അദ്ദേഹത്തിലൂടെ ഞാൻ മുന്നോട്ട് പോയി. ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ വരാന്ത കഴിഞ്ഞ് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങും. ഒരാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഒരാൾ വിളിക്കുന്നു, നിങ്ങളെ കാണാൻ ഒരാൾ വന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് ചോർന്ന് എന്റെ കുഞ്ഞ് മരിച്ചുപോയി. അതുകൊണ്ടാണ് എന്നോട് ഇത് പറയാൻ പറ്റാതെ ഓടി വന്നിരിക്കുന്നത്. നിങ്ങളെ പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ഓടി അവിടെ ചെന്നപ്പോൾ ആരെ അവിടെ കാണുന്നില്ല. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ആരെ എന്നെ കാണാൻ വന്നത്? ഞാൻ ആരെയും കാണുന്നില്ല. അപ്പൊ ഇന്ന സ്ഥലത്ത് കോർണറിൽ ഒരാൾ നിൽപ്പുണ്ട്, അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ഒരു ആഫ്രിക്കൻ സഹോദരൻ നിൽക്കുക. എനിക്ക് ഇദ്ദേഹത്തെ പരിചയമില്ല. ഞാൻ ഓടിച്ചെന്നു. അപ്പൊ ചോദിച്ചു, നിങ്ങളാണ് എന്നെ കാണാൻ വന്നത്? പറഞ്ഞു, അതെ ഞാനാണ്. എന്നോട്, താങ്കളാണോ പാസ്റ്റർ രാജേഷ്? ഞാൻ പറഞ്ഞു, അതെ. എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു, പാസ്റ്ററുടെ കുഞ്ഞ് ഹോസ്പിറ്റൽ വളരെ സീരിയസ് ആയി കിടക്കുന്നു. അപ്പൊ ഞാൻ എന്റെ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു പാസ്റ്ററുടെ കുഞ്ഞിന് വേണ്ടി. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ഡോക്ടറോട് പെർമിഷൻ വാങ്ങിക്കട്ടെ. അവിടുത്തെ മെയിൻ ഡോക്ടറെ കണ്ട് പെർമിഷൻ വാങ്ങിക്കാതെ, കുഞ്ഞ് എവിടാന്ന് പോലും എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ഓടിച്ചെന്ന് ഡോക്ടറെ ചോദിച്ചു. അവർ പറഞ്ഞു, ഡോക്ടർ ഇന്ന സ്ഥലത്താണ്, മെയിൻ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നോ, പറ്റത്തില്ല, ഇവിടെ കയറി വന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. ഞങ്ങൾ ഇതിന്റെ അകത്ത് ഒരു കുഞ്ഞിനെ അകത്ത് കടത്തത്തില്ല, കാരണം ഇതെല്ലാം ന്യൂബോൺ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. ഞങ്ങൾ ഡോക്ടേഴ്സും നേഴ്സസും അല്ലാതെ ഒരു കുഞ്ഞു പോലും ഇതിന്റെ അകത്ത് വരത്തില്ല, കാരണം ഇൻഫെക്ഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് ആരെയും ഞങ്ങൾ കയറ്റത്തില്ല, വേണമെങ്കിൽ ആ വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഓടി വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ ആഫ്രിക്കൻ സഹോദരനോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നോ, ഞാൻ പോകത്തില്ല, ദൈവാത്മാവ് എന്നെ പറഞ്ഞു വിട്ടത്. ദൈവാത്മാവിനോട് പറഞ്ഞു, കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു വരണം, അതുകൊണ്ട് ഞാൻ പോകത്തില്ല. ഞാൻ ഓടി വന്ന് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല. ഞാൻ വന്ന് ഈ ആഫ്രിക്കൻ സഹോദരനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ, ദൈവാത്മാവ് പറഞ്ഞു ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ല. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, പോയി പറയാനാ പറയാം. ഇദ്ദേഹം എന്നെ അത്ര ഫോഴ്സിൽ, അധികാരത്തോടെ ഇദ്ദേഹം എന്നെ ഓടിക്കുക. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ എന്നെ വഴക്ക് പറയുക, നിങ്ങളുടെ കുഞ്ഞ് മാത്രമല്ല കിടക്കുന്നത്, വേണ്ടി വന്ന നിങ്ങളുടെ കുഞ്ഞിനെ ഡിസ്ചാർജ് ആക്കി തന്നേക്കാം, വെളിയിൽ പോയി പ്രാർത്ഥിച്ചോളാൻ പറയും. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായി എന്റെ ചങ്ക് പൊട്ടി. ഞാൻ അവിടെ നിന്ന് അങ്ങ് കരയാൻ തുടങ്ങി. ഞാൻ അങ്ങ് വലുവായി കരഞ്ഞു. പ്രൈസ് ഗോഡ്. ആ കരച്ചില് കണ്ടിട്ട് പെട്ടെന്ന് ഡോക്ടർ എന്റെ തോളിൽ തട്ടിട്ട് പറഞ്ഞു, സാരമില്ല, ഭാരപ്പെടേണ്ട, ആ വ്യക്തി ആരാ, വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ വിളിച്ചു. ഡോക്ടർ നിങ്ങളെ വിളിക്കുന്നു പറഞ്ഞു, താങ്കളെ വിളിക്കുന്നു, വരാൻ പറഞ്ഞു. അദ്ദേഹം വന്നു. ഡോക്ടർ ഒരു ആഫ്രിക്കൻ ഡോക്ടർ ഇതോട് പറഞ്ഞു, ഒറ്റ മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന്റെ കൈയൊക്കെ കഴുകിച്ച് അദ്ദേഹത്തിന്റെ ഷൂ ഊരി മാറ്റിച്ചു. എന്നിട്ട് ഡോക്ടേഴ്സ് ഇരുന്ന ഒരു കോട്ട് അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ട് പറഞ്ഞു, ഒറ്റ മിനിറ്റ് മാത്രം. അദ്ദേഹം യെസ് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി. അപ്പോഴാണ് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ഹാള് നിറച്ച് കുഞ്ഞുങ്ങൾ കിടക്കുക. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ, എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം വെന്റിലേറ്ററിന്റെ അടുത്ത് എന്റെ കുഞ്ഞിനെ ഇരുത്തിയ വെന്റിലേറ്ററിന്റെ അടുത്ത് അദ്ദേഹം ചെന്നിട്ട് കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. എനിക്കിങ്ങനെ ക്ലാസ്സിൽ കൂടെ കാണാം. ഞാനിങ്ങനെ നോക്കി നിൽക്കുക. അപ്പം ഡോക്ടർ പറഞ്ഞു, 1 മിനിറ്റ് ജസ്റ്റ് പോയിട്ട് പെട്ടെന്ന് വരണമെന്നാണ്. പക്ഷെ ഇദ്ദേഹം അവിടെ 1 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് ആയി, ഇദ്ദേഹം വരുന്നില്ല. ഞാൻ ആകെപ്പാടെ പേടിച്ചു. ഡോക്ടർ ഇന്ന് ഭയങ്കരമായിട്ട് ഞങ്ങളെ സ്കോൾഡ് ചെയ്യും, ഒന്നെങ്കിൽ ഞങ്ങളെ ഡിസ്ചാർജ് ആക്കി പറഞ്ഞു കൊടുക്കും, എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര എനിക്ക് ആ സമയത്ത് ഒരു ഭയം പോലെ ഉണ്ടായി. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇദ്ദേഹം ഇറങ്ങി വന്നപ്പം ഞാൻ നോക്കുമ്പോൾ ഡോക്ടേഴ്സ് നേഴ്സുമാരെല്ലാം അവിടെ എഴുന്നേറ്റ് നിൽക്കുക. ഇദ്ദേഹം എന്റെ കുഞ്ഞിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് ഇദ്ദേഹം ആ ഭൂമിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അദ്ദേഹം വിയർത്ത് കുളിച്ചായിട്ട് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ച് വന്നൊരെണ്ണം കേട്ടിട്ട്, ഞാനും ആ ഡോക്ടർ എന്നെ വഴക്ക് പറയുക, ഡോക്ടർ കൂടെ വരുന്നു, പക്ഷെ ഡോക്ടർ ലക്ഷണം പോലും മിണ്ടിയില്ല. ഇദ്ദേഹം വന്നിട്ട് പെട്ടെന്ന് എന്നോട് ചോദിച്ചത്, താങ്കൾ യേശുവിനെ വിശ്വസിക്കുന്നു എന്നാണ് ചോദിച്ചു. ആർ യു ബിലീവിങ് ജീസസ് ക്രൈസ്റ്റ്? ഞാൻ പറഞ്ഞു, യെസ്, ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നോ, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു പാസ്സാകും. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കത്തില്ല. നിങ്ങൾ വിശ്വാസത്തിൽ കാണണം. നിങ്ങളുടെ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ച് നിങ്ങൾ അവനെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നത് വിശ്വാസത്തിൽ കാണാൻ പറഞ്ഞു. നിങ്ങൾ വിശ്വാസത്തിൽ കാണണം. നിങ്ങളുടെ കുഞ്ഞുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കളിക്കുന്നത് കാണാൻ പറഞ്ഞു. നിങ്ങൾ കരയരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്റെ കൈക്ക് കയറി പിടിച്ചിട്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം അന്യ ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ നിന്നൊരു 10-20 മിനിറ്റ് അദ്ദേഹം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു വലിയ ക്രൗഡ് ഞങ്ങളുടെ ചുറ്റിനും നിൽക്കുക. അവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല എന്തുവാന്ന്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ആ ഹോസ്പിറ്റലിനെ അദ്ദേഹം ഇളക്കി. അന്യഭാഷ പറഞ്ഞു. ഞാൻ ഓർത്ത് എന്തെങ്കിലും സംഭവിക്കും. പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു വെളിപ്പാട് കണ്ട്, നിങ്ങളുടെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു വെളിപ്പാട് കണ്ട്, യേശുവിന്റെ മുറിവേറ്റ കരം
ഇറങ്ങി വന്ന് നിങ്ങളുടെ കുഞ്ഞിനെ തൊട്ടു, നിങ്ങളുടെ കുഞ്ഞ് സൗഖ്യമായി, അവൻ ഹാലലി വിടുതൽ പ്രാപിച്ചു. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 3000 രൂപ എടുത്ത് എന്റെ കൈ പാസ്റ്റർ ഇത് വെച്ചോളാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒന്ന് പോയി. പാസ്റ്ററെ, ഇന്ന് വരെ ആ വ്യക്തി ആരാന്ന് എനിക്ക് അറിയത്തില്ല, എവിടുന്ന് വന്നെന്നറിയത്തില്ല, എങ്ങനെ വന്നെന്നറിയത്തില്ല. ഈ സമയം വരെയും അദ്ദേഹം ആരാണ് ഒരു അറിവ് എനിക്കില്ല. അദ്ദേഹം പോയി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ കുഞ്ഞിന്റെ ലെങ്സ് ഓപ്പണായി, വികസിച്ചു. ആമേൻ. ഓക്സിജന്റെ ലെവൽ നോർമലായി. ഡോക്ടർ പറഞ്ഞു അവനെ വാർഡിലേക്ക് കൊണ്ടുവരികയാണ്. പിറ്റേ ദിവസം ഡിസ്ചാർജ് ആക്കി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇതെന്താ സംഭവം. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാ, അവൻ തന്റെ ദൂതനെ അയച്ച് അവരെ വിടുവിക്കും. Praise the Lord. Hallelujah. അതൊരു ദൈവത്തിന്റെ ദൂതനായിരുന്നു. ഞാൻ ഇപ്പം വിശ്വസിക്കുക. ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായത് അതൊരു ദൈവത്തിന്റെ ദൂതനായിരുന്നു. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ദൂതന്മാർ വരുന്നത്. അവനൊരു ആഫ്രിക്കനായിട്ട് ദൈവം തന്റെ ദൂതനെ അവിടെ വിട്ട് എന്റെ കുഞ്ഞിന് വേണ്ടി ഹല്ലേലൂയ ദൈവം അത്ഭുതം ചെയ്തു. ഇന്ന് കുഞ്ഞിന് 15 വയസ്സ് കഴിഞ്ഞു. അവൻ 10ാം ക്ലാസ് പാസ്സായി. ചർച്ചിൽ കീബോർഡൊക്കെ വായിക്കുന്നു, അവൻ ഗിറ്റാർ വായിക്കുന്നു. ഹല്ലേലൂയ. അവൻ നാട്ടിലേക്ക് പഠിക്കാൻ കടന്നു പോയിരിക്കുകയാണ്. അവൻ 11, 12. അവൻ പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഈ കുഞ്ഞുമായിട്ട് വരണം, ഇവന്റെ ശരീരം മുഴുവൻ ഒരു ചെക്കപ്പ് നടത്തണം. ഒന്നെങ്കിൽ ഇവൻ സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ ഇവന് നടക്കാൻ പറ്റത്തില്ല. ആമേൻ. ഇവര് പറഞ്ഞ് അപ്പൊ നമുക്കൊരു ഭാരം തോന്നി. പക്ഷെ ആ ഡോക്ടേഴ്സ് പറഞ്ഞ ഡേറ്റ് വലിയൊരു ഫയലായിരുന്നു ഇവന്റെ ട്രീറ്റ്മെന്റിന്റെ. ആമേൻ. ആ ഫയൽ എന്ന് പറഞ്ഞത് അതെല്ലാമായിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. അവര് 1-2 മണിക്കൂറത്തെ ടെസ്റ്റ് നടത്തി. എന്നിട്ട് അവന്റെ റിപ്പോർട്ട് അവർ തന്നപ്പോ അവർ പറഞ്ഞത് ഇവന്റെ ശരീരത്തിലെ ഒരവയവത്തിനും ഒരു കേടുമില്ല, ഇവന്റെ മേൽ ഒരു എക്സ്ട്രാ എനർജി ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഈസ് എ ബ്ലെസ്സഡ് സൺ എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് തൊട്ടതാ. ഹല്ലേലൂയ. അവൻ ആരെയെങ്കിലും സൗഖ്യമാക്കിയിട്ടുണ്ടെങ്കിൽ സൗഖ്യമാക്കിയതാ. അവിടെ പിന്നെ ഒരു കുറവ് കാണത്തില്ല. ഹല്ലേലൂയ. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ മൂത്ത മോൻ 2ാമത്തെ നില, ഞങ്ങൾ താമസിച്ച വാടക വീടിന്റെ 2ാമത്തെ നില താഴോട്ട് വീണതാ. കോൺക്രീറ്റ് ആമേൻ റോഡിലേക്ക്. പക്ഷെ അവൻ ഒരു കുഴപ്പവും ഉണ്ടായില്ല. അവന്റെ കയ്യോ കാലോ ഒന്നും ഒടിഞ്ഞിട്ടില്ല. ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഇവനൊരു കുഴപ്പവുമില്ല. ആ സമയത്ത് അയൽവാസികൾ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞ് ആമേൻ ഈ 2ാമത്തെ നിലയിൽ നിന്ന് താഴെ കോൺക്രീറ്റ് റോഡിലോട്ട് വീണിട്ട് പോലും ഒരു കുഴപ്പം വരാഞ്ഞത്. അവന്റെ ഒരു കൈ പോലും, അവന്റെ ഒരു പോറൽ പോലും ഉണ്ടായില്ല. അത് ഭയങ്കര ഒരു സാക്ഷ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെയൊക്കെ ഞങ്ങളുടെ മിഷൻ ഫീൽഡ് കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു, സൂക്ഷിച്ചു. ആമേൻ. ഇതൊക്കെ കഴിയുമ്പോഴും അത് കഴിഞ്ഞ് കുഞ്ഞുമായിട്ടൊക്കെ വന്ന് ഒരു വയസ്സൊക്കെ ഭയങ്കര പ്രതിസന്ധികളാണ്. അപ്പം ഈ ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പോലെ ശുശ്രൂഷ അങ്ങോട്ട് വളരുന്നില്ല. ഗ്രാമത്തിൽ നിന്നൊന്നും ആരും വരുന്നില്ല, ഒരു ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും ആത്മാക്കൾ വരുന്നില്ല. അവിടുത്തെ പലരോടും പറഞ്ഞു, പലരെയും കണ്ട് വിളിച്ച് ആരും വരാത്ത ഒരു ഏകാന്തത എന്ന് വെച്ചാൽ ഒരു ഡ്രൈ അനുഭവമായി. അപ്പൊ ഭയങ്കര കഷ്ടപ്പാട്, പ്രയാസങ്ങൾ. അന്ന് ഒരു പാർലേജ് ബിസ്ക്കറ്റിന് 5 രൂപയാ. 5 രൂപയുടെ പാർലേജ് ബിസ്ക്കറ്റ് മേടിക്കാൻ പോലും ഞങ്ങളുടെ പൈസ ഇല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. അങ്ങനെ ഭാരപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ഞങ്ങൾ എന്താ പറഞ്ഞ ഞങ്ങളുടെ മാനുഷികമായ ഒരു നിലയിൽ ഞങ്ങൾ പറഞ്ഞു നമുക്ക് നാട്ടിലേക്ക് പോയേക്കാം. പ്രസംഗിക്കാനും പാടാനും ആരും ഇല്ലല്ലോ ഇവിടെ. ഇത്രയും പറഞ്ഞിട്ടും പ്രസംഗിച്ച് പ്രാർത്ഥിച്ചിട്ടും ഉപസിച്ചിട്ടൊന്നും ആരെയും കാണുന്നില്ല. നാട്ടിലേക്ക് പോയേക്കാം. ഒരു പാസ്റ്ററെ കാണാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു പാസ്റ്റേഴ്സ് വരത്തില്ല, ഒറ്റ പാസ്റ്റർമാർ പോലും അങ്ങോട്ട് വരത്തില്ല. ഞാൻ കൊതിച്ചിട്ടുണ്ട്. പ്രവാചകൻ വന്നിരുന്നെങ്കിൽ, ഒരു പാസ്റ്റർ വന്നിരുന്നെങ്കിൽ. പലപ്പോഴും വെള്ള ഷർട്ടും കറുത്ത പാന്റ് വിട്ട് നിൽക്കുന്നവര് പാസ്റ്റർമാരാണെന്ന് ഓർത്ത് ഇങ്ങനെ നോക്കി നിൽക്കും. കുറെ കഴിയുമ്പോഴാണ് അറിയുന്നവർ പാസ്റ്റേഴ്സ് അല്ല, അവര് ഈ തമ്പാക്കും ഒക്കെ മേടിച്ച് കഴിക്കുന്നത് കാരണം. അപ്പോൾ ഞങ്ങൾ ഓർക്കും ഒരു പാസ്റ്റേഴ്സ് അല്ല. ഞങ്ങൾ ഇങ്ങനെ പോകാറുണ്ട് നിരാശരായി. ആമേൻ. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാ നാട്ടിലേക്ക് പോയേക്കാമെന്നൊക്കെ ഓർത്ത് വളരെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 3ാമത്തെ ദിവസം കണ്ണിനോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രവാചകനിലൂടെ സംസാരിക്കുന്നത് പോലെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം എന്നോട് ഇങ്ങനെ ഇടപെടുകയാണ്. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്രം. ഈ വചനം എന്നോടൊരു ദൈവത്തിന്റെ ഒരു ദൂതൻ മുന്നേ വന്നിട്ട് സംസാരിക്കുന്നത് പോലെ ഇടപെട്ട് ഞാൻ ആ വചനം അന്ന് ആദ്യമായിട്ട് കാണുന്നു. ആമേൻ. അതെന്നോട് സംസാരിച്ച ആ വചനം ഞങ്ങളെ ആ ദേശത്ത് പിടിച്ചു നിർത്തി. ഞാൻ പറഞ്ഞു ഇനി ഇവിടുന്ന് പോകുന്നില്ല. കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ നീതിയുള്ള വലങ്കരം നമുക്ക് വേണ്ടി നീട്ടും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ഞാനും എന്റെ വൈഫും ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ ദേശത്ത് ഞങ്ങൾ പിന്നെയും അവിടെ താമസിക്കുക. അനേക പ്രതികൂലങ്ങൾ ഉണ്ടായി. അത് കഴിഞ്ഞ് അവിടെ
അനേകർ അവിടെ കടന്നു വരാൻ തുടങ്ങി. പല വിശ്വാസി, പല രോഗികൾ കടന്നു വന്നു. അങ്ങനെ രോഗികൾ, ഗ്രാമത്തിൽ നിന്നുള്ളവര്, അങ്ങനെ രോഗികൾ വിടുതൽ പ്രാപിച്ചു, സൗഖ്യം പ്രാപിച്ചു. അനേക ഭൂതങ്ങൾ ഉള്ളവർ കടന്നു വന്ന് വിടുതൽ പ്രാപിച്ചു. ക്യാൻസർ രോഗികളൊക്കെ വന്ന് വിടുതൽ പ്രാപിച്ചു. അങ്ങനെ സഭ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, വീര്യപ്രവർത്തികളിലൂടെ സഭ അവിടെ വളർന്നു. ഏതാണ്ട് 300-ലധികം വരുന്ന ദൈവമക്കൾ അവിടെ വന്ന് ആരാധിക്കുന്ന ഒരു ആരാധന കൂട്ടായ്മ അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് 2022 ഞങ്ങൾ പാർത്ത വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കരുത്, ഇവിടെ പ്രാർത്ഥിക്കരുത്. അവിടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 2022 ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും അത് കഴിഞ്ഞ് വേറൊരു വീട് വാടകയ്ക്ക് താമസിച്ചു. അങ്ങനെ സുശേഷ വേല ഇങ്ങനെ മുന്നോട്ട് വളരെ ശക്തമായിട്ട് ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ വളർന്നു വരികയായിരുന്നു. ആ സമയത്താണ് ഈ 2026 ഈ വർഷത്തിന്റെ ആരംഭ മാസം ജനുവരി 9-ാം തീയതി സുവിശേഷത്തിന്റെ പേരിൽ പോലീസ് എന്നെ വന്ന് അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാനൊരു 16 ദിവസം ജയിലിൽ കഴിയാൻ എനിക്ക് ഇടയായിച്ചു. ആ ജയിലിൽ അനുഭവം ഞാൻ അറിയാതിരുന്നപ്പോഴാണ് ഒരു വൈകുന്നേരം നല്ല തണുപ്പുള്ള സമയമായിരുന്നു. ഒരു 5:30 മണിയായപ്പം പെട്ടെന്ന് പോലീസുകാർ വീട്ടിലേക്ക് വന്ന് ഇരച്ചു കയറുകയാണ്. അവർ കയറിയിട്ട് ചോദിച്ചത്, പാസ്റ്റർ രാജേഷ് ആരാണ്? ഞാൻ പറഞ്ഞു ഞാനാണ്. എന്നോട് പറഞ്ഞു നിങ്ങളെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ഉണ്ട്, നിങ്ങൾ മതം മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ അവരെ പിടിച്ചു കൊണ്ടുപോയി എന്റെ വേദപുസ്തകവും എന്റെ മൊബൈലും കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, എന്റെ ഡയറി, അവിടെ എന്തൊക്കെയാ ഞങ്ങളുടെ വീട്ടിനകത്ത് മേശയെ കണ്ടോ ഇവൻ കുഞ്ഞുങ്ങളുടെ ബുക്ക് പോലും അവർ എടുക്കാൻ തുടങ്ങി. എടുത്തതാ. അത് ഞങ്ങൾ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ പുസ്തകമാണ്, അത് ഇവിടെ അവർക്ക് പഠിക്കാനുള്ളതാന്ന് പറഞ്ഞു. അത് അപ്പോൾ അത് ഇട്ടിട്ടു. അങ്ങനെ എന്നെ അവർ കൊണ്ടുപോയി 3 ദിവസം ഞാൻ റിമാൻഡിലായിരുന്നു, പോലീസ് റിമാൻഡിൽ. അവര് നമ്മളെ വളഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പ്രൈസ് ലോർഡ്. അതൊക്കെ വളരെ മാനസികമായിട്ട് നമ്മളെ തളർത്തുന്നതാണ്. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ളത് ആ സമയത്ത് എന്റെ നാവിൽ തരാനിടയായിട്ട്. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒരു 16 ദിവസം ജയിലിൽ കിടന്നു. ആ ജയിലിലെ അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ ജയിലിലേക്ക് കടന്നു പോകുന്നത്. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിന്റെ വലിയൊരു ഫേവർ എനിക്ക് കാണാൻ ഇടയായി. അതുകൊണ്ട് ഞാൻ ഈ 2026 കുറിച്ചൊരു മെസ്സേജ് തയ്യാറാക്കിയത് 2026 ഈസ് ദ ഇയർ ഓഫ് ദ ലോർഡ്സ് ഫേവർ എന്നാണ് പറഞ്ഞത്. പക്ഷെ പലരും ചോദിക്കും 2026 ലോർഡ്സ് ഫേവർ എന്ന് പറഞ്ഞിട്ട് ജയിലിൽ പോയല്ലോ. ആമേൻ. എന്നാൽ ആ സമയത്ത് എനിക്ക് ദൈവത്തിന്റെ ഫേവർ അനുഭവിക്കാൻ ഇടയായിരുന്നു. ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ അവിടുത്തെ സർക്കിൾ പോലും എന്നോട് പറഞ്ഞു നിങ്ങളുടെ മേലൊരു ഫേവർ ഉണ്ടെന്ന്. എനിക്കറിയില്ല എന്താ അത് എങ്ങനെ പറഞ്ഞു. എന്നെ ഉപദ്രവിക്കാനായിട്ട് പല പോലീസുകാരും കൈയെടുത്തപ്പോ ഞാൻ അകത്ത് അന്യഭാഷ പറഞ്ഞു. SI എന്നെ ഇടിക്കുമെന്നും പറഞ്ഞ് ഈ വേദപുസ്തകം, ഈ ബൈബിൾ എന്ന് പറയുന്നത് മതം മാറ്റുന്ന പുസ്തകമാണ്, ഇതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ ധാർമ്മിക പുസ്തകം. അവർ പറഞ്ഞു ഇത് മതം മാറ്റുന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ നേരെ കൈ ഓങ്ങിയതായിരിക്കാൻ. ആ സമയത്ത് ഞാൻ അകത്ത് അന്യഭാഷയിൽ സംസാരിച്ചു, അന്യഭാഷ പറഞ്ഞു. ആ എടുത്ത കൈ അതുപോലെ അദ്ദേഹം താഴെയുണ്ട്. എന്റെ ദേഹത്ത് ആരും തൊട്ടില്ല. അത് കഴിഞ്ഞ് എന്നെ അവർ റിമാൻഡൊക്കെ ചെയ്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടു. അതിന്റെ രസം എന്ന് പറയുന്നത് FIR എന്റെ പേര്. എന്നിട്ടും നമ്മളെ അതിനകത്ത് കുരുക്കി, അതിനകത്ത് മറ്റു പല ആൾക്കാർ ഇടപെട്ടു. എന്നെ പുറത്തിറക്കരുതെന്ന് പറഞ്ഞു, പാസ്റ്റർ വെളി വരരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥാനത്ത് 16 ദിവസം കഴിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. ജയിലില് എനിക്ക് അനേകരോട് കർത്താവിനെ സാക്ഷീകരിക്കാനുള്ള അവസരം ലഭിച്ചു. പോലീസ് സ്റ്റേഷനിൽ അധികാരികളോടും കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കാൻ അവർ ചോദിച്ചു എങ്ങനെ പ്രസംഗിക്കുന്നു. ഞാൻ അവരുടെ മുമ്പിൽ യേശുവിനെ പ്രസംഗിച്ച് കേൾപ്പിച്ചു. ആമേൻ. പിന്നെ ജയിലില് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം തൊട്ട് എനിക്കൊരു ജോലി, നമുക്ക് ഓരോ ജോലി ചെയ്യണം. എന്നോട് പറഞ്ഞു ഇവിടെ എല്ലാം തൂക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു ഹാള് മുഴുവൻ തൂക്കുക. ഞാനിങ്ങനെ തൂത്തോണ്ടിരിക്കുമ്പം തൂത്തെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പം എന്നെ ഈ ജോലി ചെയ്യിപ്പിച്ച വ്യക്തി പറഞ്ഞു, നീ നല്ലതുപോലെ തൂക്കുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും നിന്നെ ഞാൻ തൂക്കാനായിട്ട് വിളിക്കും, ഇവിടെ വന്ന് തൂക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ദേവാലയവും ഇതൊക്കെ തൂക്കുന്ന പരിപാടി ഉള്ളത് കൊണ്ട് നമുക്കത് ഭയങ്കര സന്തോഷമാണ്. ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ ചർച്ച് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ചർച്ച് ക്ലീൻ ആക്കുന്ന ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ തൂത്ത് തുടച്ച്, അതുകൊണ്ട് നമുക്ക് അതൊരു മടിയൊന്നുമില്ല. നമ്മൾ നല്ലതുപോലെ തൂത്ത് ജയിലിലാണ് തൂത്ത് വൃത്തിയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ ദിവസവും നിന്നെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമോ, ചിക്കൻ. അത് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് പോയപ്പോ ഇദ്ദേഹം എന്നെ വിളിച്ചു, ഇവിടെ വരാൻ പറഞ്ഞു. നിന്റെ പേരെന്താന്ന് ചോദിച്ചു. എന്റെ പേര് രാജേഷ്. പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുന്നോട്ട് പോയി കുറെ എന്നെ പിന്നെ വിളിച്ചു. അപ്പൊ ഞാൻ നോക്കി എന്തോ എപ്പോഴും എന്നെ വിളിക്കുന്നത്, എന്റെ ഇവര് ഉപദ്രവിക്കുമോ. അതെല്ലാം പല രീതിയിലുള്ള ആൾക്കാരാണ് ജയിലിന്റെ അകത്ത്.
അപ്പം ഞാനിങ്ങനെ മനസ്സിൽ എന്താന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, നീ ഏത് ക്രൈമാണ് നീ ചെയ്തത്, ഏത് കുറ്റത്തിലാണ് നീ വന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. എന്നോട് ചോദിച്ചു, കുറ്റം ചെയ്തിട്ടില്ല എന്നോട് വന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്സാണ്, മതപരിവർത്തനം എന്ന് പറഞ്ഞൊക്കെ ആരോപിച്ച് ഒരു കുറ്റം എന്റെ പേര് ആരോപിച്ചിരിക്കുക, ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹം പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് ആ ചൂല് പിടിച്ച് മേടിച്ചു ദൂരോട്ട് വലിച്ചത്. എന്നിട്ട് എന്റെ മുമ്പിൽ കൈ പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് മുതൽ നിങ്ങൾ എന്റെ പാസ്സാണ്. എനിക്ക് അതൊരു ഭയങ്കര ഇതായി. ഞാൻ ഇങ്ങനെ നിൽക്കുക. നിങ്ങളും ഒരു ക്രിസ്ത്യാനിയാണോ? അപ്പൊ ഞാൻ ക്രിസ്ത്യാനി അല്ലായിരുന്നു, ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ യേശുവിനെ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു കഞ്ചാവ് കേസിലെ പ്രതിയായിരുന്നു. ഞാന് 10 വർഷത്തേന് എന്നെ ശിക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, എനിക്ക് കൂട്ടായിട്ട് ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ഇന്ന് പാസ്റ്ററിനെ അയച്ചത് എനിക്ക് വേണ്ടിയാ, ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണല്ലോ. അദ്ദേഹം എന്നെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഏത് സെല്ലിലാ കിടക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ 1-ാം നമ്പർ സെല്ലില്ല. ആ സെല്ലിൽ എന്നെ കൊണ്ട്, ആ സെല്ലിന്റെ അകത്ത് ഏതാണ്ട് 10-50ഓളം ആൾക്കാർ കിടപ്പുണ്ട്, 50ഓളം ആൾക്കാരുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തണുപ്പാണ്, നമുക്ക് പുതയ്ക്കായിരുന്നു തുണിയില്ല, തറയിലായിരുന്നു കിടപ്പ്. അപ്പോഴാണ് എനിക്ക് ഈ പൗലോസിനെയും പത്രോസിനെയും കുറിച്ചൊക്കെ ഓർമ്മ വന്നത്. നമ്മള് പാസ്റ്റർമാരൊക്കെ പൗലോസും പത്രോസിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ അവരനുഭവിച്ചു പോയ കഷ്ടത, ആ ഭാരം. പാസ്റ്ററെ, ഞാൻ ആ ജയിലിൽ ആ തണുപ്പത്ത്, പൗലോസ് പറയുന്ന വാക്കുകളുണ്ടല്ലോ, അവനെ തീമത്തിയോസെ നീ വരുമ്പോൾ എന്റെ ആ പുതപ്പും ചർമ്മലിഖിതങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പറയുന്ന പോലെ അവിടെ പുതപ്പൊന്നും കിട്ടാതെ ഒരു ചെറിയ ഷീറ്റ് മാത്രം നമുക്ക് തരും പുതയ്ക്കാൻ. ആ തണുപ്പെല്ലാം സഹിച്ച തറയിൽ കിടപ്പാൻ ഇടയായിത്തുള്ളൂ. ആ സമയത്ത് എനിക്ക് ഈ ദൈവദാസന്മാരുടെ, നമ്മുടെ അപ്പോസ്തലന്മാരുടെ, പത്രോസിന്റെ, യോഹന്നാന്റെ ഒക്കെ മെസ്സേജുകൾ, അവരുടേതായിരിക്കുന്ന അനുഭവങ്ങൾ എന്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു വരുവായിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്നെ ഈ സെല്ലിൽ നിന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സെല്ലിന്റെ സിഒയെ കാണിക്കാൻ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ പാസ്റ്ററിന് ഒരു ജോലിയും കൊടുത്തേക്കരുത്, എന്റെ പാസ്സാണ്, ഒരു ജോലിയും കൊടുത്തേക്കരുത്. അന്ന് തൊട്ട് ഞാൻ ഒറ്റ ജോലി ജയിലിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ പലരോടും എനിക്ക് സുവിശേഷം പറയണയായിരുന്നു. എന്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്നത് വലിയ ക്രിമിനൽ ചെയ്ത 2-3 പേരെയൊക്കെ കൊന്നിട്ട് വന്ന ആൾക്കാർ. അവരെന്നെ ഇങ്ങനെ നോക്കും. ആദ്യമൊന്നും ഞാൻ മിണ്ടത്തില്ലായിരുന്നു, എനിക്കും അവരോട് മിണ്ടാൻ ഒരു മടി, അവർക്കും എന്നോട് മിണ്ടാൻ മടി. അവരുടെ നോട്ടം കാണുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും. ഈ ജയിലിന്റെ അകത്ത് ഇവർക്ക് എല്ലാം കിട്ടും, ഇവർക്ക് ബീഡിയുണ്ട്, സിഗരറ്റ് ഉണ്ട്, എല്ലാവർക്കും കിട്ടുന്നു. ഇവരതെല്ലാം വലിക്കും രാത്രി. ഞാൻ മാത്രം അവിടെ മിണ്ടാത്തതും. ഞാൻ ഇരുന്ന് മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും യേശുവിനെ. എന്നെ കിടക്കാൻ പറയും. ആ സമയത്തൊക്കെ കർത്താവ് വ്യക്തമായി നമ്മളോട് ഇടപെടുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടായി. അത് കഴിഞ്ഞ് ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന കുറ്റം ചെയ്തവരാണ്. അപ്പൊ എന്നോട് ചോദിച്ചെന്തോ, ഞാൻ പറഞ്ഞു, ഇന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഭാരപ്പെടുവൊന്നും വേണ്ട, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളൊരു പാവമാണ് എന്ന് പറഞ്ഞു. നിങ്ങളെ ഉപദ്രവിച്ചവരെ ആരാ എന്നോട് പറ, ഞങ്ങള് അവരെ നോക്കിക്കോളാം. ആ സമയത്ത് ഞാൻ യേശുവിനെ കുറിച്ച് അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവ്, എന്റെ യേശു പഠിപ്പിച്ചത് അങ്ങനല്ല, ശത്രുക്കളെ സ്നേഹിപ്പാൻ. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ ഇനി ഒരു കുറ്റവാളിയായിട്ട് പോകരുത്. പിന്നെയും ചെന്ന് ഇവര് ജയിലിൽ കിടന്നുകൊണ്ട് ചെയ്യുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവർക്കെതിരെ നിന്നവരെ കൊല്ലണം. അതാണ് ഇവർ പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ അങ്ങനെ തീരുമാനം എടുക്കുക. നിങ്ങളെ സ്നേഹിക്കാൻ ഒരു ദൈവമുണ്ട്, എന്റെ യേശു നിങ്ങളെ സ്നേഹിക്കും. അവരോട് കർത്താവിനെ കുറിച്ച് എനിക്ക് പറയാൻ ഭാഗ്യം കർത്താവ് തന്നു. അങ്ങനെ ആ കൂടെ കിടന്ന പല ക്രിമിനൽസിനോട് യേശുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഏറ്റവും ഫ്രീ ആയിട്ടും നല്ലതായിട്ടും സുവിശേഷം പറയാൻ പറ്റിയ ഒരു സ്ഥലം ജയിലാണ്, ജയിലിന്റെ അകത്താണ്. ആമേൻ, പ്രതീക്ഷിച്ചോ. ചില പ്രയാസങ്ങളുണ്ട് എങ്കിലും നമുക്ക് അവിടെ യേശുവിനെ സാക്ഷിപ്പാൻ ഒരു അവസരം കർത്താവിരിക്കുന്നു. സ്തോത്രം. അത് കഴിഞ്ഞ് അവര് എന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, എന്നോട് ചോദിച്ചു എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അവിടെ ഒരു 100 പേരെ ഇങ്ങനെ നിർത്തി ക്രിമിനൽസ്. അപ്പൊ അവിടെ പല വലിയ കുറ്റങ്ങൾ ചെയ്ത് വന്നവരെല്ലാം ഇങ്ങനെ പിന്നെ നിൽക്കുക. അവരെല്ലാം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ലാസ്റ്റ് എന്നോട് ചോദിച്ചു, നിന്റെ പ്രശ്നം എന്തോ? ഞാൻ ഇന്ന പ്രശ്നമാണോ? ഓ, നീ പാസ്സാ. അത് പറഞ്ഞപ്പോ ഒരു പോലീസുകാരൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നമ്മുടെ യേശുവിനെയും ബൈബിളിനെയും സുവിശേഷം പറയുന്നതിനൊക്കെ അങ്ങ് ചീത്ത പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ലാംഗ്വേജ്, ഒരു വൾഗർ ലാംഗ്വേജിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം ഭയങ്കര ഇൻസൾട്ട് ആയിട്ട് സംസാരിക്കും. ഞാനിതെല്ലാം കേട്ട് നിൽക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു, നീ എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു? ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടാതെ നിൽക്കുക. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് എന്റെ ഈ ചെവിക്കലിട്ട് ഒരു 3-4 അടി അടിച്ചു.
നീ ഇവിടെ വന്ന് ഇനി പ്രസംഗിച്ചേക്ക്, നീ എന്തിനാ ഇവിടെ വന്നു? അങ്ങനെ ഒരു 3-4 അടിയൊക്കെ അടിച്ചു. എന്നിട്ട് അവിടെ നിന്നൊരു ക്രിമിനലിനോട് പറഞ്ഞ് എന്നെ ഇങ്ങനെ കുനിച്ചു നിർത്തി എന്റെ നടുവിനിട്ട് ചെരുപ്പൂരി അടിക്കാൻ പറഞ്ഞു. അദ്ദേഹവും അങ്ങനെ അടിച്ചു. പക്ഷെ ആ സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടത്, പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് വരുന്ന പോലെ തോന്നി. പക്ഷെ ആ സമയത്ത് ഞാൻ കണ്ടത് യേശു ക്രിസ്തുവിന്റെ മുഖമാണ്, മുറിവേറ്റ മുഖം. പ്രൈസല്ലോ. പക്ഷെ എന്റെ ഉള്ളിൽ അപ്പൊ എനിക്ക് വേദനയല്ലത്, എന്നോട് എന്റെ ഉള്ളിൽ സംസാരിക്കുക, നീ ഇത്ര വല്ലേ സഹിച്ചുള്ളൂ, ഞാൻ നിനക്ക് വേണ്ടി എത്ര മാത്രം സഹിച്ചു. അത് കേട്ടത് എനിക്ക് ഭയങ്കര എനർജിയായി. എനിക്കൊരു കുഴപ്പം തോന്നില്ല. ഞാൻ കൂളായിട്ട് അവിടെ നിന്ന് മാറി. എന്നോട് പറഞ്ഞാൽ മാറിയിരുന്നോളാം പറഞ്ഞു. ഞാൻ അവിടെ മാറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പലരും എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളൊരു മാസമല്ലേ, നിങ്ങളെ അടിച്ചതിന്റെ ശിക്ഷ അവർക്ക് ദൈവം. ഞാൻ പറഞ്ഞു, ഞാൻ അവരെ സ്നേഹിക്കുന്നു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ സാറിന് വേണ്ടി, ആ സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഇന്നും എനിക്ക് ആരോടും ഒരു പകയില്ല, കണക്കില്ല. എന്റെ വാസൻ ഇന്നും അവർക്കൊക്കെ വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ എനിക്കെതിരെ ഈ കള്ളക്കേസ് കൊടുത്തവർ അന്ന് രാത്രി വന്ന് പറഞ്ഞ്, ഇദ്ദേഹം നിരപരാധിയായി, ഇദ്ദേഹത്തെ വിട്ടേക്ക്, പാസ്റ്റർ അതിൻ്റെ അകത്ത് ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് പാസ്റ്ററുമായിട്ട് ഒരു ഇതില്ലെന്ന് പറഞ്ഞിട്ട് പോലും അവൻ എന്നെ വിട്ടില്ല. ഇന്നിപ്പം 6 മാസം കഴിഞ്ഞു, ഇതുവരെയും ആ കേസിന് ഒരു ചലനമില്ല. അതിങ്ങനെ എല്ലാ മാസവും എനിക്ക് കോടതി പോകണം, സൈൻ ഇടണം. ഇവിടെ നിന്ന് 280 കിലോമീറ്റർ വൺ സൈഡ്, അവിടെ പോയാണ് എല്ലാ മാസവും ഞാൻ സൈൻ ഇടുന്നത്. അപ്പം കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഒക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. പിന്നെ ആ സമയത്ത് ഇവര് എന്നോട് പറഞ്ഞത്, ഇനി യേശുവിനെ ഇവിടെ പറയരുത്, യേശുവിനെ കുറിച്ച് പറയരുത്, നമ്മളെ ഭീഷണിപ്പെടുത്തി. പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ നമുക്കറിയാം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന് പറഞ്ഞ എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. അത് കഴിഞ്ഞ് ജയിലിൽ കിടന്നപ്പം എനിക്ക് ഈ ജാമ്യം കിട്ടുന്നത് ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ്. അന്ന് ഞാൻ കിടന്നുറങ്ങിയപ്പോ പെട്ടെന്ന് ഞാൻ വെളിപ്പാടി കാണാൻ 2 പോലീസുകാർ വന്ന് എന്നെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞിട്ട് എനിക്ക് ജാമ്യം കിട്ടി പുറത്തു വരും. അതുപോലെ തന്നെ ഞാൻ കണ്ടതുപോലെ തന്നെ എന്റെ അടുത്ത് 2 പോലീസുകാർ വരികയും എന്നെ പിന്നെ അവർ PR എടുത്തു, ഒരു സ്പെഷ്യൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ കൊണ്ടുവന്ന് വിട്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ജാമ്യം കിട്ടി. പിന്നെ പല രാത്രികളിൽ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങും. അവിടെ എല്ലാരും പല പാട്ടും സംസാരവും ഒക്കെ ആയിട്ട് അവരങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ പലരും ചിലർ നമ്മളെ കളിയാകും, മതപരം ചെയ്ത് എത്ര രൂപ ഞങ്ങൾക്ക് കൂടെ പൈസ താ, ഞങ്ങളുടെ നിങ്ങളുടെ കൂടെ വരാമെന്നൊക്കെ പലരും പറയും. ഞാൻ അവരോട് പറയും, ഇങ്ങനൊന്നും ഇല്ല. പക്ഷെ ആ സമയം രാത്രിയിലേക്ക് പല രാത്രികളിൽ ദൈവാത്മാവിന്റെ ഭയങ്കര ഇടപെടൽ എന്റെ ശരീരത്തിൽ ഞാൻ അറിയാതെ ഞാൻ അന്യഭാഷ പറഞ്ഞ് ചാടി എഴുന്നേറ്റുണ്ട് പെട്ടെന്ന്. അപ്പോൾ ഞാൻ ജയിലിലാണ്. അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ എനിക്ക് ജയിലിൽ അനുഭവപ്പെടാൻ ഇടയായി തീർന്നു. ഇപ്പോഴും എന്റെ ഈ കേസ് ഇങ്ങനെ നടക്കുകയാണ്. ദൈവമക്കള് വേണ്ടി പ്രാർത്ഥിക്കണം, എത്രയും പെട്ടെന്ന് ഇത് തീരണം. അമേൻ. അനേക ദൈവമാക്കൾ, ദൈവദാസന്മാര് നോർത്തിന്റെ ജയിലുകളിലുണ്ട്. അമേൻ. കർത്താവ് അവരുടെ കുടുംബങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ അനുഭവിച്ചൊരു വ്യക്തിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്റെ ഈ അവസ്ഥ വന്നപ്പോൾ എന്റെ കുഞ്ഞുങ്ങളെല്ലാം വേറെ സ്ഥലങ്ങളിലായി, എന്റെ വൈഫ് വേറൊരിടത്തായി. എന്റെ വൈഫിനെ പോലും അവർ 2 മണിക്കൂറോളം ക്വസ്റ്റ്യൻ ചെയ്ത് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞു. എനിക്കപ്പോ ഒന്നും അറിയത്തില്ല, നമുക്കൊരു അവസ്ഥയും എന്താണ് ഒന്നും അറിയത്തില്ല. പക്ഷെ ആ സമയങ്ങളിലൊക്കെ ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് വരെയും കർത്താവ് വിശ്വസ്തനാണ്. ഇനി മരണം വരെയും കർത്താവിന് വേണ്ടിയാണ് എന്റെ ജീവിതം. പ്രൈസലോ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ എന്നെ വിളിച്ചതിന്. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. ജയിലനുഭവങ്ങൾ കേട്ടപ്പോൾ ഒരു ഭാഗത്ത് ജയിൽ വളരെ കഷ്ടകരമായ അവസ്ഥയാണെങ്കിലും ഒരു ഈ ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെയൊക്കെ ജീവിതാനുഭവങ്ങളോട് നമുക്കൊന്ന് താതാത്മ്യം പ്രാപിപ്പാനൊക്കെ ഉള്ളൊരു അവസരമായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചതങ്ങ് പറയാം. ഒന്ന് ജയിലിൽ കയറിയാൽ എന്താ എന്ന് ചിന്തിച്ചു പോയി. നമുക്കൊരു ഭയമല്ലേ സാധാരണ തോന്നുന്നുണ്ട്. പക്ഷെ പാസ്റ്റർ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നില്ല, എനിക്കൊന്ന് ജയിലിൽ പോകണമല്ലോ, ഇങ്ങനെ സുവിശേഷത്തിന് വേണ്ടി. ഒരു ഭയമോ ഒന്നുമല്ല. ഞാൻ പറയാറുണ്ട്, എല്ലാ പാസ്റ്റേഴ്സും ഒരു പ്രാവശ്യമെങ്കിലും ജയിലിലൊന്ന് പോകണം. അതെ, ഞാൻ വേണ്ടി വേറെ പ്രശ്നം കാണിച്ചിട്ടല്ല, സുവിശേഷം പറഞ്ഞതിന്റെ പേരിൽ ജയിലൊന്ന് പോയി കഴിഞ്ഞാൽ അതൊന്ന് പോണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ പോയത് കൊണ്ട് അവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. കർത്താവ് നമ്മളെ പഠിപ്പിക്കും, നമുക്ക് അനേകരോട് സുവിശേഷം പറയാൻ പറ്റും. ഞാൻ ഈ മഹാരാഷ്ട്രയിൽ ഇപ്പൊ നിയമങ്ങൾ പാസ്സായല്ലോ,
ഞാൻ ഞങ്ങളുടെ ചർച്ചിലെ ചെറുപ്പക്കാരെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, നമുക്കൊക്കെ ചാൻസ് വരികയാണ്, നാളെ ഒരുപക്ഷെ നമുക്കെതിരെയും കള്ളക്കേസുകൾ വരും. നമുക്കെതിരെ നല്ല കേസ് വരാനുള്ള കള്ളക്കേസാ നമ്മളാരും ദോഷക്കാരോ അല്ല ഒന്നുമല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു കള്ളക്കേസാ പാസ്റ്റർ, എല്ലാം കള്ളക്കേസുകളാണ്. പാസ്റ്റർ, ഞാൻ ഒരു സ്വപ്നം കണ്ടതാ കേട്ടോ. ഇത് സ്വപ്നമാണേ. ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരനോട് പറയുക, ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ ഇന്ന് വരെ ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല, ഇച്ചിരി മദ്യം പോലും കുടിച്ചിട്ടില്ല. നമ്മുടെ പേരിൽ എന്ത് കുറ്റം എടുക്കാനാണ് അവർക്ക്? അപ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാ കേട്ടോ ഇത്, ഒരു പോലീസുകാരനോട് പറയുക. അപ്പം ഞാൻ ഞങ്ങളുടെ ചർച്ചിലെ പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഇടയിൽ നമുക്കൊക്കെ എതിരെ കള്ളക്കേസാണ് വരുന്നത്. കാരണം നാട്ടുകാർ കേട്ടാൽ നമ്മുടെ സമൂഹം പോലും നമ്മളെ വെറുക്കത്തക്കൊണ്ടുള്ള കള്ളക്കേസുകൾ വരും. അപ്പോൾ നമ്മുടെ ആൾക്കാർ തന്നെ അതെ പറയും, കണ്ടില്ലയോ പുള്ളി വലിയ പാസ്റ്ററാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഏത് കേസിലകത്തിട്ടേക്കുന്നത്. ഇത് പ്യുവർ കള്ളക്കേസായിരിക്കും. നമ്മുടെ പേര് അതെ നശിപ്പിക്കുക, തീർച്ചയായും. ആരും നമ്മുടെ കൂടെ ഇല്ലാതാക്കുക. ഇതൊക്കെയാണ് പിശാചിൻ്റെ വലിയ പദ്ധതി. അപ്പം ഞാൻ അന്ന് പറഞ്ഞു, അകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ദിവാസ്വപ്നം കാണും, ഡേ ഡ്രീമിംഗ് എന്ന് പറയത്തില്ലേ. അകത്ത് കയറിയിട്ട് ഞാൻ മുട്ടുമേൽ നിൽക്കുന്നതും അന്യഭാഷ പറയുന്നതും പൗലോസിനെ പോലെ ശീലാസിനെ പോലെ ജയിലിൻ്റെ അകത്ത് ഇരിക്കുന്നതും അനേകരോട് സുവിശേഷം പറയുന്നതും. നിങ്ങളുടെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ അങ്ങ് ആവേശം കൊള്ളുകയും, അതെ, ഒന്ന് ജയിലിൽ കയറണം എന്നുള്ളൊരാഗ്രഹം. ഈ ഓ, ഭയത്തെയൊക്കെ പുച്ഛിച്ച് പുറത്ത് തള്ളുന്ന ഒരു ആത്മസാന്നിധ്യമുണ്ട് പാസ്റ്ററെ. എനിക്കറിയാം പാസ്റ്ററൊക്കെ തീർച്ചയായും. നിശ്ചയമായിട്ടും അത് അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊരു ഭയങ്കര ഭയമുള്ള ഒരു മനുഷ്യനായിരുന്നു. എനിക്ക് പോലീസ് കാക്കി അതുപോലെ തന്നെ ഈ കാറ്റടിച്ചപ്പോഴും ഭയങ്കര പേടിയുള്ള ഒരു മനുഷ്യൻ. പക്ഷെ എനിക്ക് ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ ധൈര്യപ്പെടും. അതൊരു ഭയങ്കരമായി എനിക്കറിയത്തില്ല ആ ധൈര്യം. കാരണം ഞാൻ ഒറ്റയ്ക്കായി എൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വിശ്വാസികളില്ല, കുഞ്ഞുങ്ങളില്ല, വൈഫില്ല, വീട്ടുകാരുമില്ല. ഏഹ് ആ രാത്രിയിലൊക്കെ പോലീസുകാര് ഇവരെ ഈ പെട്രോളിങ്ങിന് പോയിട്ട് വന്ന് ഈ ക്രിമിനൽ കള്ളന്മാരെ, ഈ കിട്ടാത്ത കള്ളന്മാരെ പിടിച്ചോണ്ട് വരും. അവരെ കൊണ്ടുവന്ന് ഞാൻ സെല്ലിനെ തന്നെ ഒരു 10-30 പേരെ ഒന്നിച്ചു കൊണ്ട് അതിനകത്ത് കൊണ്ടുവരും. ഇവന്മാരൊക്കെ ആണ്ടത് കണ്ടൊന്ന് ഭയങ്കര ബഹളവും അടിയും ഒച്ചയൊക്കെ രാത്രി. പിന്നെ ചിലരെ പോലീസ് അടിക്കും അതിനകത്ത്. അപ്പൊ നമ്മൾ ഒരിടത്ത് മാറി ഒത്തി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ആ രാത്രിയൊക്കെ ഭീകര അതൊക്കെ പേടി. പക്ഷെ അവിടെയൊക്കെ ദൈവം നമ്മളെ ധൈര്യപ്പെടും. ഭയങ്കര ഒരു ധൈര്യം ദൈവം. നീ എന്തിനാ ഭയപ്പെടുന്ന ഉള്ളിൽ ഒരു ചോദ്യം വരും, നീ എന്തിനാ ഭയപ്പെടുന്നത്? ഏഹ് അങ്ങനെ ധൈര്യം ഉണ്ടായി. അതിൽ നിന്ന് ഭയങ്കര ഒരു ധൈര്യം എനിക്ക് കർത്താവ് തന്നു. അത് നമ്മൾ അതിൽ പോകുമ്പോൾ അനുഭവം അത് മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വേറെ എങ്ങും അങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടത്തില്ല പാസ്റ്റർ. ആ തീച്ചുളയിലൂടെ പോകുമ്പോഴാണ് ഈ പറഞ്ഞ കർത്താവിൻ്റെ മുഖം കാണുവാനൊക്കെ നമുക്ക് കഴിയുന്നത്. നമ്മുടെ കംഫർട്ട് അതെ സോണിലല്ലോ ദൂതന്മാർ ഇറങ്ങുന്നത്, നമ്മുടെ കംഫർട്ട് അതെ സോണിലല്ലോ തീർച്ചയായും. യേശു ഇറങ്ങുന്നത്. നമ്മളൊക്കെ കംഫർട്ട് സോണിൽ നിന്നാൽ നമ്മൾ കാണുന്ന വെളിപ്പാടും ദർശനവും ഒക്കെ ആ ഒരു ലെവലിൽ മാത്രമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ തീച്ചുളയ്ക്കകത്തൂടെ കടന്നു പോകുമ്പോൾ അഭിഷേകം വർദ്ധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായും. പാസ്റ്ററെ, ജീവിതാനുഭവങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. പ്രത്യേകിച്ചും ദൈവത്തിന്റെ പ്രൊവിഷന്റെ അനുഭവങ്ങൾ മറ്റെന്തെങ്കിലും വിട്ടുപോയിട്ടുള്ളത് ഉണ്ടെങ്കിൽ പറയാം. കർത്താവ് എനിക്ക് എന്റെ കേസ് എടുക്കാൻ നമുക്കൊരു വക്കീലെ ആ സമയത്ത് കിട്ടുന്നില്ലായിരുന്നു. കാരണം അവർ പറഞ്ഞു അവർക്ക് വേണ്ടി നമ്മൾ വാദിക്കേണ്ട, അവരെല്ലാം ക്രിസ്ത്യാനികളാണ്, അവർക്ക് വേണ്ടി വാദിക്കേണ്ട, അദ്ദേഹം അവിടെ കിടക്കട്ടെ. ആ സമയത്താണ് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഒരു ഭയങ്കര പൈസ ചോദിച്ചു വക്കീൽ. ഒരു വക്കീൽ വന്നിട്ട് പിന്നെ പുള്ളി മാറിപ്പോയി. പുള്ളി പറഞ്ഞു ഞാൻ ഈ കേസ് എടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ പോലും നമ്മളെ ഇവർ ടോർച്ചർ ചെയ്യും മാനസികമായിട്ട്. ആ സമയത്തൊക്കെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തു, ചില വ്യക്തികളെ ദൈവം ഒരുക്കി. അതൊരു ഭയങ്കര ദൈവത്തിന്റെ ഫേവർ ആയിരുന്നു. നമുക്ക് ആർക്കും അറിയത്തില്ല പക്ഷെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അതൊക്കെ ദൈവത്തിന് ഭയങ്കര കരുതലായിരുന്നു. ചില വ്യക്തികളെ ദൈവം മുന്നോട്ട് കൊണ്ടുവന്നു. ചിലർ പുറകോട്ട് പോയി, ചിലർ പേടിച്ചു പോയി, പലരും പേടിച്ചോടി, പലരും നമ്മളോട് മിണ്ടാൻ പോലും ഇന്ന് വരെ ചിലരും മിണ്ടിയിട്ടില്ല. കാരണം പേടിച്ചിട്ട്, കാരണം അവർക്ക് ഭയമാണ്. ഇനി എന്നോട് മിണ്ടിയാൽ നാളെ അവരെയും പിടിക്കും. അങ്ങനെയൊക്കെയുള്ള പിന്നെ നമുക്ക് ഒരുപാട് ചിലരെന്ന് ഒരുപാട് നമ്മൾ സ്നേഹിച്ച പലരും നമ്മളെ കാരണം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ അവരും ഭയപ്പെട്ടിട്ട് അവരും മാറിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ധൈര്യത്തോടെ മുന്നോട്ട് വരാൻ ആരും കാണല്ല. ആ സമയം നമ്മൾ ഒറ്റയായിപ്പോ. പാസ്റ്റർ, ഞാൻ എൻ്റെ അനുഭവം ഒറ്റയായിപ്പോ, ആരുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് കൂടെ ഉണ്ട്. പത്മോസിൽ യോഹന്നാൻ അപ്പോസ്തലനോട് കൂടെ ഇരുന്ന ആ ദൈവം യോഹന്നാനോട് മാത്രമല്ല, എന്നോട് പാസ്റ്ററുടെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവം സഹായിക്കട്ടെ പാസ്റ്ററെ. പ്രത്യേകിച്ചും ലീഗൽ അഡ്വൈസൊക്കെ തരാനുള്ള ആളുകൾ നമുക്കുണ്ടാകണം. പലപ്പോഴും ഇവർ നമ്മളെ സഹായിക്കത്തില്ലല്ലോ. പിന്നെ അഡ്വക്കേറ്റ്സ് തമ്മിൽ തന്നെ പറയുമല്ലോ ഇങ്ങനെയുള്ള കേസുകളിൽ ഇടപെടരുതെന്ന്.
അപ്പോൾ അതിനകത്ത് ക്രിസ്ത്യൻ സംഘടനകൾ, അഡ്വക്കേറ്റ്സൊക്കെ ഒത്തിരി ഇതിനകത്ത് ഈ കാലത്ത് പ്രവർത്തിക്കണം. ഞാൻ എൻ്റെ ശ്രദ്ധയപ്പെട്ട ഒരു കാര്യം, പാകിസ്ഥാനിലാണെങ്കിൽ പോലും, പാകിസ്ഥാനൊക്കെ ഇന്ത്യക്കാട്ടിൽ എത്ര ഇരട്ടി വിശ്വാസ വിഷയങ്ങളിൽ പ്രതികൂലമുള്ള സ്ഥലങ്ങളാണ്. അവിടെയാണെങ്കിൽ പോലും ക്രിസ്ത്യൻ അഡ്വക്കേറ്റ്സ് ലീഗൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒത്തിരി ദേവദാസന്മാരുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരാളെയാണ് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് അവർ ഇല്ലായ്മ ചെയ്തത്. ഒരു ക്രിസ്ത്യൻ ഫോറം, ക്രിസ്ത്യൻ റൈറ്റ്സിന് വേണ്ടി നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹം. ക്രിസ്ത്യൻ ആയിരുന്നു. ഇന്ത്യയിൽ അതിൻ്റെ ആവശ്യങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അഡ്വക്കേറ്റ്സൊക്കെ ആകണം, പഠിക്കണം. ഡോക്ടറും എഞ്ചിനീയറും മാത്രമല്ല, അഡ്വക്കേറ്റ്സ് ഉണ്ടാകണം. നമ്മുടെ ചർച്ചിലൊക്കെ LLB പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അവരെയൊക്കെ എൻകറേജ് ചെയ്യും. ഞാൻ അവരോട് പറയും, പെന്തക്കോസ്തുകാരൻ എന്തിനാ വക്കീലാകാൻ പോകുന്നത്? വക്കീലായ കള്ളം പറയണ്ടായോ എന്നൊക്കെ നമ്മുടെ ആളുകൾ ചോദിക്കും. നമ്മുടെ ഒരു ബുദ്ധി അങ്ങനെയാണല്ലോ, വക്കീലായ കള്ളം പറയണ്ടായോ, എന്തിനാ നീ വക്കീലാകാൻ പോകുന്നത്? പക്ഷേ ഇത് ആവശ്യമാണ്, ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ദൈവം അതിനെ സഹായിക്കട്ടെ. പാസ്റ്റർ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശരി, പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ നമ്മുടെ പ്രേക്ഷകർക്ക്. കർത്താവേ, സ്തുതിക്കുന്ന സ്തോത്രം. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സമയത്ത് കർത്താവേ, അങ്ങേ സാക്ഷീകരിപ്പാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആസാദി ടിവിയിലുള്ള എല്ലാ പ്രേക്ഷകരെയും കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനേക ഇടങ്ങളിൽ കർത്താവെ തന്റെ കുഞ്ഞുങ്ങളായിരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ കർത്താവ് അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ വാത്സല്യ കർത്താവിന്റെ ദാസൻ പാസ്റ്ററിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തിനായി, തന്റെ ശുശ്രൂഷകൾക്കായി സ്തോത്രം. തന്റെ ദാസനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം കർത്താവെ. തന്റെ ദാസന്റെ ജീവിതത്തിൽ കർത്താവിന്റെ മഹത്വം പിന്നെയും കാണുവാൻ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് കർത്താവെ ഇതിനൊരു ആശ്വാസമായി മാറണമേ, അനേകർക്ക് ഒരു വിടുതലായി മാറണമേ, അനേകരുടെ രക്ഷയ്ക്ക് കർത്താവ് ഇത് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിൽ കർത്താവ് കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും ശുശ്രൂഷയിലൊക്കെ വലിയ പ്രൊട്ടക്ഷനും അനുഗ്രഹങ്ങളും ഒക്കെ വെളിപ്പെടട്ടെ. ഇനിയും വിതയും കൊയ്ത്തുമുള്ളൊരു കാലം നമ്മുടെ ദേശത്തിനുണ്ട് പാസ്റ്ററെ. ഇന്ന് നമ്മൾ കണ്ണുനീരോടുകൂടി വിതയ്ക്കുന്നു, പക്ഷേ ആർപ്പോഴുള്ള കൊയ്ത്തിൻ്റെ സമയം നമുക്കൊക്കെ ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാം. ഞാൻ പ്രേക്ഷകരോട് ഓർപ്പിക്കുന്നത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാർ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കണം. കാരണം അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുക എന്ന് മാത്രമല്ല, അധികം ആളുകൾ അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ദൈവരാജ്യത്തിന് വേണ്ടി ഒരു പ്രവൃത്തി ദൈവമക്കൾ ചെയ്യണം എന്നുകൂടെ ഓർപ്പിച്ചുകൊണ്ട് ഈ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.